പ്രവർത്തനങ്ങളിലൂടെ കേരളത്തെ സംഘപരിവാറിന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നടക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റുകയാണ് കേരളത്തിലെ CM ചെയ്തത്. അതിനെയാണ് ഇപ്പോൾ ഞാൻ അയാളുടെ പേരൊന്നും പറഞ്ഞ് ഈ സ്ഥലത്തെ അന്തരീക്ഷത്തെ മോശമാക്കുന്നില്ല. ഒരു വിദ്വാൻ പറയുന്നു, മതനേതാക്കന്മാർ സ്വർണ്ണക്കടത്തിനെ തള്ളിപ്പറഞ്ഞ് ഫത്വ പുറപ്പെടുവിക്കണം. എന്നാലേ മലപ്പുറത്തുകൂടി കരിപ്പൂരിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് നിൽക്കണമെങ്കിൽ മതനേതാക്കൾ ഫത്വ പുറപ്പെടുവിക്കണം. CP പിണറായി വിജയൻ പറഞ്ഞതിനേക്കാൾ കടുപ്പ എന്ന് പറഞ്ഞാൽ കരിപ്പൂരിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ്. അതൊരു മതപ്രവർത്തനമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മതപ്രവർത്തനമല്ല എന്ന് പറഞ്ഞാൽ, എന്ന് മതപണ്ഡിതന്മാർ ഫത്വ കൊടുത്താൽ കരിപ്പൂരിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് നിർത്തും. ഈ വിദ്വാൻ സ്വർഗത്തിൽ പോകാനിരിക്കുന്ന ആളാണ്. ഈ ജാതി കള്ളത്തരം, വ്യാജ നരേശനുകൾ കേരളത്തെ സംഘപരിവാറിന് ഒറ്റുകൊടുത്ത ഒരു കാട്ടുകള്ളന്റെ വക്കാലത്തേറ്റെടുത്തിട്ട് സ്വർഗസ്ഥനാകാനിരിക്കുന്നവനോട് കാരുണ്യം കാണിക്കണേ ദൈവമേ എന്നേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. RSS എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വംശീയ ഭീകരവാദ പ്രസ്ഥാനം സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പോലീസ് സേനയെ, കേരളത്തിലെ മുഖ്യമന്ത്രിയെ തടവിലാക്കിക്കൊണ്ട്, അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് കേരള പോലീസിലൂടെ തങ്ങളുടെ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അത്യന്തം അപകടകരമായ ഒരു സാഹചര്യത്തെയാണ് കേരളവുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തെ കുറിച്ച് നമുക്കറിയാം. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തിൽ നിന്നും ഭിന്നമായി സംഘപരിവാറിനെതിരെ, RSSനെതിരെ, BJPക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ മറ്റെല്ലാ ഭാഗങ്ങളിലും BJP പ്രവർത്തനം ആരംഭിച്ച അതേ കാലയളവിൽ തന്നെയാണ് കേരളത്തിലും BJP പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും വർഷങ്ങളായി BJP അധികാരത്തിലിരിക്കുന്നു. ഏതാണ്ട് ഇന്ത്യയിലെ 20ഓളം സംസ്ഥാനങ്ങളിൽ BJPയോ BJPയുടെ ഘടകകക്ഷികളോ ഭരണം കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിലുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ BJPയുടെ രാഷ്ട്രീയമായ ഒരു ആധിപത്യത്തിന് വിധേയമാകാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. BJP ശ്രമിക്കാഞ്ഞിട്ടല്ല. കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തിയിട്ടുള്ളതിന് സമാനമായ പ്രവർത്തനങ്ങൾ BJP കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് BJPയുടെ വളർച്ചയുടെ ഒരു സാധാരണ രീതി. കേരളത്തിൽ ആ ശ്രമം നടന്നു. അതിന്റെ ഒരു സ്ഥലമാണ് ഈ പാലക്കാട് പുതുപ്പള്ളിത്തെരുവ് എന്ന് പറയുന്നത്. LK അദ്വാനിയുടെ നേതൃത്വത്തിലുള്ള രഥയാത്ര ബാബരി മസ്ജിദ് തകർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ത്യയിലെ ഈ വർഗീയ വംശീയവാദികളെ, സവർണ ഹിന്ദുത്വ തീവ്രവാദികളെ പ്രചോദിപ്പിക്കുന്നതിനു വേണ്ടിയാണ് അദ്വാനി യാത്ര നടത്തിയത്. ആ യാത്ര കേരളത്തിലൂടെ കടന്നുപോയ പല സ്ഥലങ്ങളിലും സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ സംഘർഷ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട് സിറാജുൽ നിസക്ക് വെടിയേറ്റ് രക്തസാക്ഷിയാകേണ്ടി വന്നത്. ആ സംഭവം തന്നെ വലിയ തോതിൽ BJP ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP പുലർത്തുന്ന രാഷ്ട്രീയമായ ഒരു അപ്പർ ഹാൻഡിന്, ഒരു അല്പം വളർച്ചയ്ക്ക് അത്തരത്തിലുള്ള സംഘർഷങ്ങൾ, കലാപങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ അത്തരത്തിലുള്ള ശ്രമം നടത്തി. മാവാട് നമുക്കറിയാം. അതുപോലെ പലയിടങ്ങളിലും വ്യാജമായ സംഭവങ്ങൾ, ക്ഷേത്രങ്ങൾ കത്തിക്കുന്നു, അവിടെ മാംസാദി സംഗതികൾ കൊണ്ടുവന്നിടുന്നു, മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നിടുന്നു, പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഈ DIG രമൺ ശ്രീവാസ്തവ പാലക്കാട് സിറാജുൽ നിസ കൊല ചെയ്യപ്പെട്ട ഈ ആക്രമണം, ഈ വെടിവെപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ താനൂരിൽ കപ്പലുകൾ വന്ന് കിടക്കുന്നു. ആ കപ്പലിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്.
ആ ആയുധങ്ങൾ ഉപയോഗിച്ച് കേരളത്തിൽ വലിയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ നുണപ്രചാരണം സംഘപരിവാർ അഴിച്ചുവിട്ടത്. ആ നുണപ്രചാരണങ്ങൾ കേരളത്തിൽ കാറ്റുപിടിച്ചില്ല. ആളുകൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായി. അതിനെ ജനങ്ങൾ തിരസ്കരിച്ചു. കേരളത്തിലെ BJP ഇന്ത്യയുടെ BJPയുടെ ഭാഗമാണ്. കേരളത്തിലെ RSS ഇന്ത്യയിലെ RSSന്റെ ഭാഗമാണ്. ഒരു പദ്ധതിയുടെ ഭാഗമായാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ പദ്ധതി കേരളത്തിൽ വിലപ്പോകുന്നില്ല. എന്തുകൊണ്ടാണ്? RSSന്റെ പ്രവർത്തനം ദുർബലമായത് കൊണ്ടല്ല, BJPയുടെ ആസൂത്രണത്തിൽ പിഴവ് സംഭവിക്കുന്നത് കൊണ്ടല്ല, പിന്നെയോ കേരളത്തിലെ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് കൊണ്ടാണ്. കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ മതനിരപേക്ഷ അടിത്തറ കൊണ്ടാണ്. സംഘപരിവാർ വിരുദ്ധമായ ഒരു മനസ്സ് കേരളത്തിലുണ്ട്. ആ മനസ്സ് ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ സംഘപരിവാറിന്റെ അജണ്ടകൾ വിജയിക്കാതെ പോകുന്നത്. അങ്ങനെ പലതരം ശ്രമങ്ങൾ നടത്തി നോക്കിയിട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറച്ചിടങ്ങളിലൊക്കെ അവർക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ട്. നിയമസഭയിൽ പല ശ്രമങ്ങളും നടത്തി നോക്കി. ഒരു ഘട്ടത്തിൽ മാത്രമാണ് നേമത്ത് BJPയുടെ ഒരു പ്രതിനിധി വിജയിച്ചത്. അതുപോലും കേരളത്തിലെ മതനിരപേക്ഷ കക്ഷികൾക്കിടയിലെ ഭിന്നത ഉപയോഗിച്ചുകൊണ്ടാണ്. UDFന്റെയും LDFന്റെയും യോജിപ്പുണ്ടെങ്കിൽ വിജയിക്കാൻ കഴിയില്ല. അവർക്കിടയിലുണ്ടായ ഭിന്നിപ്പ് കാരണമായിട്ടാണ് അവിടെ വിജയിക്കാൻ പറ്റിയത്. ഈ പാലക്കാട് നിയമസഭാ മണ്ഡലം BJP വളരെ താല്പര്യപൂർവ്വം പരിശ്രമിക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു വെറ്ററൻ ലീഡർ, മെട്രോ മാൻ, ടെക്നോ കാർപ്പാറ്റ്, വലിയ വികസനവാദി, അദ്ദേഹത്തെ BJP സ്ഥാനാർത്ഥിയായി നിർത്തി. ഞങ്ങൾ ഇത്തവണ പാലക്കാട് പിടിക്കും, ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞു. സംഘപരിവാറിന് സ്വാധീനമുള്ള മേഖലകളിൽ വോട്ടെണ്ണിയപ്പോൾ ശ്രീധരൻ അനുകൂലമായ ചില വോട്ട് കേന്ദ്രീകരണങ്ങൾ ഉണ്ടായി. പാലക്കാട്ട് BJPക്കാർ ആഘോഷം തുടങ്ങി. ഞങ്ങൾ പാലക്കാട് പിടിക്കാൻ പോകുന്നു. പക്ഷേ വോട്ടെണ്ണി ഇങ്ങനെ വരുമ്പോ അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ ശ്രീധരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ അന്നത്തെ പ്രതിനിധിയായിരുന്ന ഷാഫി പറമ്പിൽ വിജയിച്ചു. പാലക്കാട്ടുകാർ സമ്മതിച്ചില്ല. നിങ്ങൾ ഏത് മെട്രോമാനെ കുപ്പായം ഇട്ടിറക്കിയാലും ആ കുപ്പായത്തിനുള്ളിലെ സംഘപരിവാറിനെ ഞങ്ങൾ തിരിച്ചറിയും എന്ന് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയ ഒരു സ്ഥലമാണ് പാലക്കാട്. നിങ്ങൾ ഏത് വേഷമിട്ടിറക്കിയാലും ഞങ്ങൾ പിടിക്കും. ഈ പ്രതിരോധമാണ് കേരളത്തിന്റെ കരുത്ത്, കേരളത്തിന്റെ ശക്തി. ഇതിനെ സംഘപരിവാറിന് ഭേദിക്കാൻ കഴിയില്ല. സംഘപരിവാർ എന്ത് ശ്രമം നടത്തിയാലും കേരളത്തിൽ സംഘപരിവാറിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ സാഹചര്യത്തിലാണ് സംഘപരിവാർ അതിന്റെ രീതി ഒന്ന് മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചത്. അത് കഴിഞ്ഞ കുറെ വർഷമായി ആ രീതിയിലാണ് സംഘപരിവാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ രീതി? കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു മുന്നണി രാഷ്ട്രീയമുണ്ട്. ഈ മുന്നണി രാഷ്ട്രീയത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. ഈ മുന്നണികൾ തമ്മിലുള്ള അന്തർധാരകൾ ജനവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള സമീപനങ്ങൾ നേതാക്കന്മാർ തമ്മിൽ ഒത്തുതീർപ്പിലെത്തുന്നുണ്ട്. അങ്ങനെ ചില പോരായ്മകളുണ്ട്. അതേസമയം മുന്നണി രാഷ്ട്രീയത്തിന്റെ ഒരു ശക്തിയുമുണ്ട്. ഈ മുന്നണി രാഷ്ട്രീയത്തിന്റെ ശക്തിയും കേരളത്തിലെ ജനങ്ങളുടെ മതനിരപേക്ഷ അടിത്തറയും ഫാഷിസ്റ്റ് വിരുദ്ധ മനോഭാവവും ഈ രീതിയിൽ നിലനിൽക്കുമ്പോൾ സംഘപരിവാറിന് BJPക്ക് വിജയിക്കാൻ കഴിയില്ല. അപ്പോൾ BJP ഉണ്ടാക്കിയെടുത്ത മറ്റൊരു പ്ലാൻ, കേരളത്തിന് വേണ്ടിയുള്ള ഒരു സവിശേഷമായ ഒരു പദ്ധതി. കേരളത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയെ തന്നെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം.
കേരളത്തിൽ നിലനിൽക്കുന്ന രണ്ട് മുന്നണിയാണ്. ഒന്ന് UDF ആണ്, അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ദേശീയ അടിസ്ഥാനത്തിൽ BJPയുടെ മറുവശത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. രണ്ടാമത്തേത് LDF ആണ്, അതിന് നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. CPM-ഉം ഉറച്ച ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുള്ള ഒരു പ്രസ്ഥാനമാണ് ദേശീയ അടിസ്ഥാനത്തിൽ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവരെ പിടിക്കാൻ പറ്റുക, ഇവരെ സ്വാധീനിക്കാൻ കഴിയുക? അവിടെയാണ് സംഘപരിവാർ ചില കെണികൾ ഒരുക്കിയത്. കേരളത്തിലെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന CPM-ന്റെ സമുന്നതനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി ചില കേസുകളുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ആ കേസന്വേഷണത്തിന്റെ അതിന്റെ നിയമ നടപടികളുടെ കോടതി വ്യവഹാരങ്ങളുടെ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ആ നിസ്സഹായ അവസ്ഥയെ ഉപയോഗിക്കാം എന്നാണ് BJP തീരുമാനിച്ചത്. കേരളത്തിലെ ഭരണകൂടത്തിനകത്ത് സംഘപരിവാറിന് പണ്ടേ സ്വാധീനമുണ്ട്. അത് BJPയുടെ ഒരു സാധാരണ രീതിയാണ്, നമുക്കറിയാം. ഭരണകൂടങ്ങൾക്കകത്ത് മുട്ട വിരിയിക്കുക, അതിനകത്ത് മുട്ട വെച്ച് വിരിയിച്ച് ഭരണകൂടങ്ങളിനകത്ത് മറ്റൊരു ഭരണ സംവിധാനം ഉണ്ടാക്കുക എന്നത് RSS അതിന്റെ രൂപീകരണ ഘട്ടം മുതൽ നടത്തി വരുന്ന രീതിയാണ്. അത് ഭരണകൂടത്തിനകത്ത് മാത്രമല്ല, ഇന്ത്യയിലെ പല പാർട്ടികളുടെ ഉള്ളിലും RSS-ന് ഫ്രാക്ഷൻ ഉണ്ട്, RSS-ന് ശാഖകളുണ്ട്, RSS-ന് അനുഭാവികളും പ്രവർത്തകരും ഉണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ പാർട്ടികൾക്കുള്ളിൽ തങ്ങളുടെ അജണ്ടകൾ പൂർത്തിയാക്കുന്നത്. ഇത് സർക്കാരുകൾക്കുള്ളിലും RSS നടപ്പിലാക്കാറുണ്ട്. ഈ രീതി RSS ഉപയോഗിക്കുന്നതാണ്. അത് മുന്നോട്ട് പോകുമ്പോഴും കേരളത്തിൽ പ്രശ്നമാണ്. കാരണം കേരളത്തിലെ ഭരണകൂടങ്ങൾ അതിനെ ചെറുത്തു തോൽപ്പിക്കും, കയ്യോടെ പിടികൂടും. ജനങ്ങൾ അത് തിരിച്ചറിയും. സർക്കാരുകൾക്കുള്ളിൽ കർശനമായ നിലപാടുണ്ടാകും. അപ്പോൾ ഭരണകൂടങ്ങൾക്കുള്ളിൽ കയറി കൂടി RSS-ന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുക എന്ന് പറയുന്ന കാര്യവും BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പ്രയാസമാണ്. പക്ഷേ അവർ കണ്ടെത്തിയ ഈ അവസാനത്തെ ബുദ്ധി അത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തെ കീഴ്പ്പെടുത്താൻ, കേരളത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടെത്തിയ അവസാനത്തെ ഉപാവഴി എന്ന് പറയുന്നത് ഇടത് കേരളത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയായ ഇടതുപക്ഷം, അതിലെ പ്രധാന പാർട്ടിയായ CPM, ആ CPM-ന്റെ സമുന്നതരായ നേതാവായ സഖാവ് പിണറായി വിജയനെ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, ബന്ദിയാക്കിക്കൊണ്ട്, നിസ്സഹായനാക്കിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് സംവിധാനത്തിനകത്ത് തങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമോ എന്ന ശ്രമമാണ് BJP നടത്തിയത്. ഇത് ഞങ്ങൾ ഇപ്പോൾ പറയുന്നതല്ല. 2016 കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാർ വലിയ ക്ലീൻ, വളരെ വലിയ മെജോറിറ്റി, 98ഓളം സീറ്റിന്റെ ഭൂരിപക്ഷം, വളരെ കൃത്യമായ ഒരു മേധാവിത്വമാണ്. ഒരാശങ്കയുമില്ല, സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാം. ഇടതുപക്ഷത്തിന് അതിന്റെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കുന്നിടത്ത് ഒരൊത്തുതീർപ്പിന്റെയും ആവശ്യമില്ല. അത്രയും ക്ലിയർ മെജോറിറ്റി ഉള്ള ഒരു സർക്കാർ. ആ സർക്കാർ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന രണ്ട് നിയമനങ്ങൾ, ആ നിയമനങ്ങൾ നമ്മളെ അന്ന് തന്നെ അത്ഭുതപ്പെടുത്തി. ഒരു ഇടതുപക്ഷ സർക്കാർ, ഒരു മതനിരപേക്ഷ അടിത്തറയുള്ള സർക്കാർ, ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ നൂറുകണക്കിന് സഖാക്കൾ രക്തസാക്ഷികളായിട്ടുള്ള ഒരു പാർട്ടി. ഞങ്ങൾ അതിനെ ഒന്നും ചെറുതായി കാണുന്നില്ല. ഇപ്പോ CPM-ഉം പിണറായി വിജയനും പറയുന്നത് ഞങ്ങളുടെ എത്രയെത്ര സഖാക്കളാണ് രക്തസാക്ഷികളായത് RSS-ന് മുന്നിൽ. പ്രിയപ്പെട്ടവരെ, ആ രക്തസാക്ഷികളുടെ ജീവത്യാഗത്തെയാണ് നിങ്ങൾ RSS-ന് മുമ്പിൽ ഒറ്റുകൊടുത്തിരിക്കുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേരളം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ ആ ജീവത്യാഗത്തെ ഒന്നും ലഘുവായി കാണുന്നില്ല. RSS-ന്റെ കൊലക്കത്തിക്ക് ഇരയായ മുഴുവൻ മനുഷ്യരെയും രക്തസാക്ഷികൾ എന്ന് തന്നെ വിളിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ അതിനെ ഒന്നും ലഘുവായി കാണുന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്തതെന്താ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്താ? ആ ജീവത്യാഗത്തിലൂടെ രക്തസാക്ഷികൾ നേടിത്തന്ന മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് അവരുടെ ജീവനെടുത്തൊരു പ്രസ്ഥാനവുമായി പിൻവാതിലിലൂടെ സന്ധി ചേരുന്നു എന്നതാണ് ഇന്ന് കേരളം കാണുന്നത്. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അപ്പോഴാണ് രണ്ട് നിയമനം.
അതിലൊന്ന് DGP. എന്താ അവന്റെ പേര്? ബെഹ്റ, ലോകനാഥ് ബെഹ്റ. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താ? ഒരാളെ നിയമിക്കുമ്പോ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിനനുസരിച്ചാണ് സുപ്രധാനമായ തസ്തികകളിൽ ആളെ നിയമിക്കുന്നത്. ആരെയും പിടിച്ച് നിയമിക്കില്ല. സിവിൽ സർവീസിൽ സീനിയോറിറ്റി ഉണ്ട്, സിവിൽ സർവീസിൽ നിയമമുണ്ട്. പക്ഷെ അതെല്ലാം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഗവൺമെന്റുകൾ അവരുടെ രാഷ്ട്രീയത്തെ കൂടി മുൻനിർത്തിയാണ് പ്രധാനമായ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ DGP ലോകനാഥ് ബെഹ്റ, ഈ വിദ്വാന്റെ മുഴുവൻ പശ്ചാത്തലവും സംഘപരിവാറാണ്. സംഘപരിവാറിന് വേണ്ടി ഇന്ത്യയിൽ അനവധി ഓപ്പറേഷനുകൾക്ക് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ്. ഒരുപാട് നിരപരാധികളെ കേസിൽപ്പെടുത്തി ജയിലിലടച്ചതിന് പങ്കാളിയായിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള എൻകൗണ്ടർ, ഫേക്ക് എൻകൗണ്ടറുകൾക്കടക്കം നേതൃത്വം കൊടുത്തു എന്ന ആക്ഷേപം നിലനിൽക്കുന്ന ഒരാൾ. ഇയാളെ തന്നെ എന്തിനാ DGP ആക്കുന്നത്? ഞങ്ങൾ അന്ന് ചോദിച്ചു. 2014 ഞങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യരെ കൊണ്ടുവരുന്നത്? അതിലൂടെ നിങ്ങൾ എന്ത് അധിക കാര്യമാണ് കേരളത്തിൽ നേടാൻ ശ്രമിക്കുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കണം. BJPയുടെ പദ്ധതി അവിടെ നിന്ന് തുടങ്ങുന്നു. കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മനുഷ്യരുടെ ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു ഏജൻസിയാണ്. ആ ഏജൻസി വിചാരിച്ചാൽ പലതും നടക്കും. നിരപരാധിയെ പ്രതിയാക്കാം, പ്രതിയെ നിരപരാധിയാക്കാം, സംഘർഷമുണ്ടാക്കാം, കലാപമുണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം. ഗോവിന്ദ മാഷ് പത്രസമ്മേളനം നടത്തിയപ്പോ പറഞ്ഞല്ലോ, പൂരം കലക്കി. പൂരം കലക്കിയതാണെന്ന് ഇപ്പൊ ഗോവിന്ദ മാഷ് സമ്മതിച്ചു. 1 മാസമായിട്ട് പറയുമ്പോ ഏത് പൂരം? പൂരമൊന്നും കലങ്ങിയില്ല. പൂരത്തിന് ഒരു തിക്കും തിരക്കും ഉണ്ടായി എന്നൊരു മാസം പറഞ്ഞവർ ഞങ്ങൾ പറഞ്ഞു പൂരം കലക്കിയതാണ്. ആരാ കലക്കിയത്? പുറത്തുനിന്നാരും വന്ന് കലക്കിയതല്ല. നാട്ടിലെ ചെറുപ്പക്കാർക്ക് വികാരമുണ്ടായിട്ടുണ്ടായ പ്രശ്നമല്ല. ഇനി സാക്ഷാൽ RSSഉം BJPയും തന്നെ അവരുടെ വളണ്ടിയർമാരെ നിയോഗിച്ച് സംഘർഷം ഉണ്ടാക്കിയതല്ല. ആരാ പൂരം കലക്കിയത്? പൂരം കലക്കിയത് യൂണിഫോം ഇട്ട് കേരളത്തിലെ ഗവൺമെന്റിന്റെ ശമ്പളം കൈപ്പറ്റുന്ന പോലീസാണ്. എന്ന് പറഞ്ഞാൽ RSSകാർ, RSSന്റെ വളണ്ടിയർമാർ ചെയ്യേണ്ട അവർക്ക് ചെയ്യാതെ വിശ്രമിക്കാൻ അവസരം കൊടുത്ത് ആ ജോലി ചെയ്യാൻ കാക്കിയിട്ട കേരളത്തിലെ പോലീസ് സേനയെ വിട്ടുകൊടുത്ത മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ കേരളത്തിൽ വിചാരണ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതാ പോലീസിന്റെ ഇമ്പാക്ട്. പോലീസിൽ സ്വാധീനം നേടിയാൽ ആ പോലീസ് സേനയെ ഉപയോഗിച്ച് എന്തും ചെയ്യാൻ കഴിയും. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് പൂരം. അനിയന്ത്രിത വലിയ കടുത്ത തോതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ജനങ്ങൾക്ക് മേൽ ബലപ്രയോഗം നടത്തി. അവിടുത്തെ ചടങ്ങുകൾ നടത്താൻ പാടില്ല എന്ന് ഉത്തരവ് പ്രഖ്യാപിച്ചു. ദേവസ്വം ബോർഡുകൾക്കിടയിൽ വലിയ തോതിൽ സംഘർഷമുണ്ടാക്കി. അങ്ങനെ സംഘർഷാവസ്ഥ നിലനിൽക്കുമ്പോ തൃശൂർ എടുക്കാൻ വന്ന വിദ്വാൻ ആംബുലൻസിൽ വന്നു. ആ പൂരം കലക്കിയില്ലായിരുന്നെങ്കിൽ ആ വിദ്വാന് ആംബുലൻസിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരുമായിരുന്നു. അയാളെ പാർലമെന്റിലേക്ക് അയച്ചത്, ആംബുലൻസിൽ വന്നവനെ പാർലമെന്റിലേക്ക് അയച്ച ഒറ്റുകാരനായിട്ടാണ് കേരള ചരിത്രം പിണറായി വിജയനെ നാളെ വിലയിരുത്താൻ പോകുന്നത്. ഇത് വെൽഫെയർ പാർട്ടിക്കാരുടെ ആശങ്കയല്ല സഖാവേ. ഇടത്തിരിക്കുന്ന ബിനോയ് വിശ്വത്തോടൊന്ന് ചോദിച്ചു നോക്കൂ. ഞങ്ങളെക്കാൾ തീഷ്ണമായ അഭിപ്രായം ഈ വിഷയത്തിൽ ബിനോയ് വിശ്വത്തിനുണ്ട്. പക്ഷേ ബിനോയ് വിശ്വത്തിന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ബിനോയ് വിശ്വത്തിനും കൂടെ വേണ്ടിയാണ് വെൽഫെയർ പാർട്ടി പറയുന്നത് ഈ പൂരം കലക്കി ഇത് തൃശൂർ വിട്ടുകൊടുത്തത് പോലീസിനെ ഉപയോഗിച്ച. അതിന്റെ തുടക്കമായിരുന്നു ബെഹ്റയുടെ നിയമനം. നിങ്ങൾ കണ്ടല്ലോ കേരളത്തിൽ എന്തെല്ലാം നടന്നു. കേരളത്തിലെ ചരിത്രത്തിൽ അത്യപൂർവമായ എൻകൗണ്ടർ, പോലീസ് എൻകൗണ്ടർ നടന്നു 8 പ്രാവശ്യം. 8 പ്രാവശ്യം, അതിൽ 8ഓളം ആളുകൾ കൊല ചെയ്യപ്പെട്ടു. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അന്ന് CPIയുടെ സെക്രട്ടറിയായി കാനം രാജേന്ദ്രൻ പറഞ്ഞു ഇത് ഫേക്ക് എൻകൗണ്ടർ ആണ്. പോയിന്റ് ബ്ലാങ്കിലാണ് ആളുകൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. മരിച്ച ആളുകൾ വളരെ നിസ്സഹായരായ അവസ്ഥയിൽ അവർ രോഗബാധിതരായിരിക്കുമ്പോൾ പോലീസ് അടുത്തു ചെന്ന് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുകയാണ്.
എന്നിട്ട് മാവോയിസ്റ്റ് വേട്ട എന്ന് പറഞ്ഞു. അത്തരത്തിൽ പോലീസ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു? നിരപരാധികൾക്കെതിരെ ഇത്രയധികം UAPA കേസെടുത്ത ഒരു സമയം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടോ? ആരുടേതാണ് UAPA? UAPAക്കെതിരാണ് CPM. രാഷ്ട്രീയമായി CPMന്റെ നിലപാട് UAPA ഒരു ഫാസിസ്റ്റ് നിയമമാണ്, ഒരു ജനാധിപത്യ നിയമമല്ല എന്ന. എന്നിട്ടെന്താ മുന്നണി പാർട്ടിയുടെ ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോ അസാധാരണമായ വിധത്തിൽ UAPA കേസെടുത്തത്? ആ കേസെടുക്കേണ്ട വിദ്വാനാണ്, അത് എടുക്കാൻ വേണ്ടി നിയോഗിതനായ വിദ്വാൻ ആ കേരളത്തിന്റെ DGP ആയിരുന്നത്. അതുകൊണ്ട് അനങ്ങിയാൽ UAPA. ഇതാർക്കൊക്കെ ഉണ്ടാക്കിയ ബുദ്ധിമുട്ട്? സാക്ഷാൽ DYFI വരെ UAPA കേസിൽപ്പെട്ടു. അല്ലെന്നും താഹയും ആ രണ്ടുപേർ വൈകുന്നേരം അവരുടെ അങ്ങാടിയിൽ ഈ സ്ഥലങ്ങളിൽ നമുക്കറിയാം, പുതുപ്പള്ളി തെരുവിലൊക്കെ കണ്ടാൽ രാത്രി ആളുകൾ വർത്തമാനം പറഞ്ഞിരിക്കുന്ന കാണാം. അങ്ങനെ അങ്ങാടിയിൽ അവിടെ കോഴിക്കോട് അങ്ങാടിയിൽ വർത്തമാനം പറഞ്ഞു നിന്ന 2 ചെറുപ്പക്കാർ പോലീസ് വന്നു, അവരെ പിടിച്ചു, വണ്ടി കയറ്റി കൊണ്ടുപോയി. പിറ്റേന്ന് UAPA കേസ്. എന്തിനാ അവര് പോയത്? എന്തിനാ അവരെ അറസ്റ്റ് ചെയ്തത്? കോടതി വരെ ചോദിച്ചു എന്താ ഇവരുടെ മേലുള്ള കുറ്റം. പക്ഷെ ഈ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് ചെയ്തത്. രാത്രിയിൽ ഇറങ്ങി നിന്ന് 2 ചെറുപ്പക്കാരെ കുറിച്ച് അവർ മുഖ്യമന്ത്രി പറഞ്ഞത് സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകരായി മുദ്രാവാക്യം വിളിച്ച് നടന്ന 2 ചെറുപ്പക്കാരെ RSSന് ഒറ്റുകൊടുത്തപ്പോഴെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടിയിരുന്നു, ഈ സഖാവിന്റെ സഞ്ചാരം ശരിയായ ദിശയിലല്ല. കൂടെ നിൽക്കുന്നവനെ ഒറ്റയിട്ടാണെങ്കിലും RSSന്റെ നിലപാടിലൂടെ മുന്നോട്ട് പോകൂ എന്ന് തെളിയിക്കപ്പെട്ട സംഭവമാ അലൻ താഹയുടെ അറസ്റ്റ്. അതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞത് ചായ കുടിക്കാനൊന്നും അല്ല പോയത്, പിന്നെന്തിനാ കുഴിമന്തി തിന്നാനാണോ? എന്തിനാണെന്ന് പറയണ്ടേ? ചായ കുടിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ പോയത് എന്നുകൂടി പറയണം. അന്നേ മൂപ്പിന്റെ രീതിയാ, അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരവില്ലെങ്കിൽ എന്നൊരു ചിരി. ഇപ്പോ ഏതാണ്ട് എല്ലാ നേതാക്കളും ചിരിക്കുക. ഗോവിന്ദ മാഷ് ഇന്നലെ കുറെ ചിരിച്ചു നോക്കി. ഇന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും ചിരിക്കുക. ഇനി കുട്ടികള് സ്കൂളിൽ പോയിട്ട് പരീക്ഷയിൽ ചോദ്യ പേപ്പർ കൊടുക്കുമ്പോ ഉത്തരമില്ലാത്ത ഭാഗത്ത് എന്ന് എഴുതി വെച്ചാൽ മതി. ഉത്തരവില്ല എന്നാ മനസ്സിലാക്കേണ്ടത്. ഗൂഗിളുകാരോട് പറയണം ഒരു ഇമോജി ഉണ്ടാക്കാൻ. ഉത്തരവില്ലെങ്കിൽ ആ ഇമോജി എന്നിട്ടാ മതി. എന്തൊരു ഗതികേടാണിത്! ഇത് അന്ന് തുടങ്ങിയതാ. അല്ല, എന്തിനാ ചായ കുടിക്കാനല്ലാതെ പിന്നെ എന്തിനാ പോയേ? മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അപ്പോ DYFIക്കാരും പെട്ടു, CPMകാരും പെട്ടു. സാക്ഷാൽ P ജയരാജൻ, CPMന്റെ സമുന്നതനായ പാർട്ടി നേതാവ്, ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പാർട്ടി പരിവേഷം നൽകിയ സഖാവ്, ആ സഖാവടക്കം UAPA കേസിൽപ്പെട്ടു. അതിന്റെ ഭാഗമായുള്ള ഒരുപാട് തരത്തിലുള്ള നിയമ നടപടികൾ ഉണ്ടായി. ഈ മുഖ്യമന്ത്രി തിരുത്തിയില്ല. ഈ മുഖ്യമന്ത്രിയെ പാർട്ടി തിരുത്തിയില്ല. ആ മുഖ്യമന്ത്രിയും DGPയും കൂടി കേരളത്തിൽ അദ്ദേഹത്തിന്റെ സർവാധിപത്യം മുന്നോട്ട് കൊണ്ടുപോയി. അത് മാത്രമാണോ? DGP ഒരു സിവിൽ സർവീസിന്റെ ഭാഗമായുള്ള ഒരു നിയമനമാണ് എന്ന് വാദത്തിൽ വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം. കേരളത്തിലെ ഇതുവരെയുള്ള ഗവൺമെന്റുകളിൽ മുഖ്യമന്ത്രികളായി ഒരുപാട് പേർ ഇരുന്നിട്ടുണ്ട്. ആ മുഖ്യമന്ത്രിമാർക്കൊന്നും ഒരു ആഭ്യന്തര ഉപദേഷ്ടാവ് ഉണ്ടായിട്ടില്ല. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം ആദ്യം മുഴുവൻ ഉപദേഷ്ടാവായിരുന്നല്ലോ, മൊത്തം ഉപദേഷ്ടാവ്, ശാസ്ത്ര ഉപദേഷ്ടാവ്, പരിസ്ഥിതി ഉപദേഷ്ടാവ്, സയൻസിന്റെ ഉപദേഷ്ടാവ്, ആഭ്യന്തര ഉപദേഷ്ടാവ്, സാമ്പത്തിക ഉപദേഷ്ടാവ്. ഉപദേഷ്ടാക്കളെ കൊണ്ട് നടക്കാൻ വയ്യാത്തൊരവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്നു ആഭ്യന്തര ഉപദേഷ്ടാവ്. ഇനി ഒരാൾക്ക് ഉപദേശം വേണമെന്ന് വിചാരിക്കും. ചില ആളുകൾക്ക് ഉണ്ടാകും, സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് ഇടത്തും വലത്തും 2 ഉപദേശകരെ നിശ്ചയിക്കുന്നത് നല്ലതാ. കുറെയെങ്കിലും ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാവാതിരിക്കും. പക്ഷേ ഈ വിദ്വാൻ കൊണ്ടുവന്ന ഉപദേശകനാരാ? ഈ സിറാജുന്നിസ എന്ന് പറയുന്ന കുട്ടിയെ പുതുപ്പള്ളി തെരുവിലിട്ട് വെടിവെച്ച് കൊല്ലുന്നതിന് നേതൃത്വം കൊടുത്ത രമൺ ശ്രീവാസ്തവ എന്ന സംഘപരിവാർ പശ്ചാത്തലമുള്ള ഒരു ഉദ്യോഗസ്ഥനെ എന്തിനാണ് CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ അദ്ദേഹത്തിന് ഉപദേഷ്ടാവായിട്ട് കൊണ്ടുവരുന്നത്? എന്താ അതിന്റെ ന്യായം? എന്തിനാണ് ഒരു സംഘപരിവാറുകാരനെ ഉപദേഷ്ടാവാക്കുന്നത്? എന്ത് ഉപദേശമാണ് ഒരു സംഘപരിവാറുകാരന് CPMന്റെ മുഖ്യമന്ത്രിക്ക് നൽകാനുള്ളത്? നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? അദ്ദേഹം എന്ത് ഉപദേശമാണ് നൽകിയത്?
കേരളത്തിൽ നടന്ന ആ അരാജകത്വം, പോലീസ് അരാജകത്വം, അതിൽ ഒരുപാട് തവണ പാർട്ടി വഴികെട്ടു. ഒരു ഘട്ടത്തിൽ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് പൊട്ടിത്തെറിച്ചു. സർക്കാരിന്റെ സ്ഥാപനമായ KSFE-യിൽ അനധികൃതമായ റെയ്ഡ് നടത്തി KSFE-ക്കെതിരെ ഈ അന്നത്തെ ആഭ്യന്തര ഉപദേഷ്ടാവിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് നടത്തിയ നീക്കം. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം ആഭ്യന്തര ഉപദേഷ്ടാവായി ഇവിടെ വരുമ്പോ തന്നെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഉപദേഷ്ടാവാണ്. ആ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അന്ന് KSFE-യിൽ റെയ്ഡ് നടത്തിയത്. അതുകൊണ്ടാണ് അന്നത്തെ ധനമന്ത്രി പൊട്ടിത്തെറിച്ചത്. എന്തിനാണ് ഈ ഉപദേഷ്ടാവ്? പക്ഷേ അയാൾ ആ 4 കൊല്ലവും അവിടെ തന്നെ ഇരുന്നു. ഉപദേശിച്ച് പിണറായി വിജയനെ ഒരു വഴിക്കാക്കിയതിന് ശേഷമാണ് ഈ വിദ്വാൻ ഉപദേശ സ്ഥാനത്ത് നിന്ന് പോയത്. 4 കൊല്ലം കൊണ്ട് അദ്ദേഹം എന്താ ചെയ്തത് എന്ന് നിങ്ങൾക്കറിയുമോ? 4 കൊല്ലം കൊണ്ട് അദ്ദേഹം ചെയ്തത് കേരള പോലീസിനെ ബാഹ്യമായ നിലയിൽ സ്വാധീനിക്കുക എന്നിടത്ത് നിന്ന് പോലീസിന്റെ അകത്ത് തന്നെ RSSന് ആൾക്കാരെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഉപദേശം നിർത്തിയത്. കാര്യം പുറത്തുനിന്ന് ഉപദേശിക്കേണ്ട ആവശ്യമില്ല, അകത്തുനിന്ന് പ്രവർത്തിക്കാനുള്ള സൗകര്യമായപ്പോൾ അത് നിന്നു. ഇപ്പൊ ഉണ്ടോ ഉപദേഷ്ടാവ്? എന്താ ഉപദേഷ്ടാവിന് വേണ്ടാന്ന് വെച്ചത്? ഉപദേഷ്ടാവിനെ നിശ്ചയിക്കുന്നതും വേണ്ടാന്ന് വെക്കുന്നതും തുടരുന്നതും ഒന്നും CPM-ന്റെയോ പിണറായി വിജയന്റെയോ തീരുമാനമല്ല. ആ തീരുമാനമെടുക്കുന്നത് RSS ആണ് എന്നതുകൊണ്ടാണ് ആ ഉപദേശം അപ്പം നിർത്തിയത്. കാരണം പോലീസിൽ അപ്പോഴേക്കും ആളായി എന്ന് ഞങ്ങൾ പറയുന്നതല്ല. CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ചാനൽ കൈരളി, ആ കൈരളി TV തന്നെ റിപ്പോർട്ട് ചെയ്തു. കന്യാകുമാരിയിലെ വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കേരളത്തിലെ പോലീസുകാർ, ഉന്നത പോലീസ് സേനയിൽ അംഗങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ യോഗം ചേർന്നു. ആ യോഗം RSSന്റെ യോഗമാണ്. RSSന്റെ കീഴിലുള്ള സ്ഥാപനമാണ് വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യോഗം ചേർന്നത് എന്തിനാ? എന്താണ് അവർക്ക് അവിടെ നിന്ന് ആലോചിച്ച് ചെയ്യാനുള്ളത്? കേരള അതിർത്തിക്ക് പുറത്തുപോയി പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാർ യോഗം ചേരുമ്പോ ആ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് അന്വേഷിക്കണ്ടേ? അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണ്ടേ? അവരെന്ത് ആലോചനയാണ് നടത്തിയത് എന്ന കാര്യം പരിശോധിക്കണ്ടേ? ചെയ്തില്ല. അപ്പോൾ പോലീസ് സേനയുടെ ഉള്ളിൽ ആളായി, ആവശ്യത്തിന് പ്രവർത്തിക്കാൻ ആളായി. നിങ്ങൾ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP-യുടെ നേതാവിന്റെ വീഡിയോ കാണാം, പ്രസംഗം. അവർ പറയുന്നു, പണ്ടത്തേതുപോലെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ കേരള പോലീസിൽ ഞങ്ങൾ പറയുന്നത് നടപ്പാക്കാൻ പറ്റുന്ന ചുണക്കുട്ടികൾ കേരള പോലീസിനകത്തുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. നിങ്ങൾ അതൊന്നുകൂടി നീട്ടിച്ചേർത്തോളൂ. അങ്ങനെ കേരള പോലീസിൽ സംഘപരിവാറിന്റെ താല്പര്യങ്ങൾ നടപ്പാക്കുന്ന ചുണക്കുട്ടികൾ ഉണ്ടായതല്ല, അവരെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് കൂട്ടുനിൽക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം അറിയാതെ വല്ലതും നടക്കോ? ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി, അദ്ദേഹം അറിയാതെ ഒന്നും നടക്കില്ല. കാരണം പ്രതിദിനം ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് 24 മണിക്കൂറിനുള്ളിൽ കിട്ടും. ആ റിപ്പോർട്ട് 2023 ജൂണിൽ ദത്താത്രേയ ഹൊസബെല്ലെ എന്ന് പറയുന്ന RSS നേതാവ് തൃശൂരിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ADGP MR അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പിറ്റേ ദിവസം മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിരുന്നു. ADGP RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തി. 1 കൊല്ലമായിട്ട് ആരെങ്കിലും അറിഞ്ഞോ? CPM നേതാക്കന്മാർ അറിഞ്ഞോ? മാഷെ അറിഞ്ഞോ? ഗോവിന്ദ മാഷ് അറിഞ്ഞോ? ബിനോയ് വിശ്വ അറിഞ്ഞോ? പക്ഷേ പിണറായി വിജയൻ അറിഞ്ഞു. പിണറായി വിജയൻ അറിഞ്ഞിട്ട് എന്താ ചെയ്തത്? പിണറായി വിജയൻ ഒന്നും ചെയ്തില്ല. കാര്യം എന്താ? ADGP അജിത് കുമാറിന്റെ RSS നേതാക്കളുമായുള്ള ഈ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. അല്ലെങ്കിൽ ആ സമയം, ആ നിയമം അത് നടപ്പാകുന്ന സമയത്ത് 2023 ജൂണാണ്. 2023 ജൂണിൽ ഇന്ത്യയിൽ ഒരു നിയമം നിൽപ്പുണ്ട്. എന്താണ് ആ നിയമം? RSSൽ പ്രവർത്തിക്കുന്നവർ സർക്കാർ സർവീസിന്റെ ഭാഗമാകാൻ പാടില്ല. RSSനെ സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധിപ്പിക്കാൻ പാടില്ല എന്ന
പണ്ടത്തെ കാലത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവ് അവിടെ നിലനിൽപ്പുണ്ട്. ആ നിയമം നിലനിൽക്കുമ്പോൾ പോലീസ് സേനയിലെ ADGP RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുമ്പോ അതൊരു നിയമപ്രശ്നം കൂടിയാണ്. അതൊരു സിവിൽ സർവീസിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥന്റെ ചട്ടലംഘനമാണ്. ആ ചട്ടലംഘനം നടന്നാൽ, ആ ചട്ടലംഘനം അറിഞ്ഞാൽ അത് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമാണെന്നും അത് ഗവൺമെന്റിന്റെ ഇമേജിന് തടസ്സമുണ്ടാക്കുമെന്ന് വന്നാൽ ആ ഉദ്യോഗസ്ഥനെ പ്രത്യേക കാരണം കൂടാതെ 3 മാസ കാലയളവിൽ വരെ സസ്പെൻഡ് ചെയ്യാൻ നിലവിലുള്ള നിയമം അനുവദിക്കുന്നുണ്ട്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ ചട്ടങ്ങളിൽ തന്നെ ഈ നിയമമുണ്ട്. ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചു എന്ന് ഉറപ്പാവുകയും ആ പ്രവർത്തനം സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടിനോ ഗവൺമെന്റിന്റെ ഇമേജിനോ കോട്ടം വരുന്നതാണെന്ന് കണ്ടാൽ ഉദ്യോഗസ്ഥരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാം. എന്തേ പിണറായി വിജയൻ ചെയ്തില്ല? പിണറായി വിജയന് അതൊരു പ്രശ്നമായി തോന്നാത്തതല്ല. അത് ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനാണ്. RSSഉം BJPയും പറയുന്ന കാര്യങ്ങൾ അണുവിടവിട്ടാതെ ചെയ്തു കൊടുക്കാൻ നിർബന്ധിതമായ ഒരു രാഷ്ട്രീയ തടവുകാരൻ, RSSന്റെ രാഷ്ട്രീയ കൂടാരത്തിലെ രാഷ്ട്രീയ തടവുകാരനാണ് പിണറായി വിജയൻ എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ചെയ്തു കൊടുക്കേണ്ടി വരുന്നത്. നിർത്തിയോ അയാൾ പോയി രാം മാധവിനെ കണ്ടു. ഈ രണ്ടു പേർക്ക് ഒരു പ്രത്യേകതയുണ്ട് BJP രാഷ്ട്രീയത്തിൽ. ഹൊസബല്ലയും രാം മാധവും എന്ന് പറഞ്ഞാൽ അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളാണ്. അവർക്ക് വഴങ്ങാത്ത സംസ്ഥാനങ്ങളെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി BJP നിയോഗിക്കുന്ന പ്രധാനപ്പെട്ട 2 നേതാക്കളാണ് രാം മാധവും ഹൊസബല്ലയും. BJP ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പിടിച്ചത് ഈ ആളുകളെ അയച്ചിട്ടാണ്. അവരവിടെ പോയി വലിയ തോതിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി, ഭരണ സംവിധാനത്തെ ഉപയോഗിച്ച്, മാധ്യമങ്ങളെ ഉപയോഗിച്ച് മാനിപ്പുലേഷൻ നടത്തി, തെരഞ്ഞെടുപ്പ് കൃത്രിമങ്ങൾ ഉണ്ടാക്കി, വലിയ സാമൂഹ്യ സംഘർഷങ്ങൾ ഉണ്ടാക്കി സ്റ്റേറ്റ് പിടിക്കും. ആ സ്റ്റേറ്റ് പിടിച്ചെടുക്കുന്ന വിദ്വാൻമാരാണിവർ. അവരുമായിട്ടാണ് ADGP കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ കാണുന്ന നേതാക്കളുടെ ലിസ്റ്റ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വത്സൻ തില്ലങ്കേരി, കേരളത്തിലെ അപ്രഖ്യാപിത DGP ആണ് വത്സൻ തില്ലങ്കേരി. അദ്ദേഹം പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ഒരാളാണ്. ശബരിമലയിൽ നമ്മളത് കണ്ടു. കലങ്ങിയ പൂരം കലങ്ങിക്കൊണ്ടിരിക്കുമ്പോ അവിടെ തില്ലങ്കേരി ഉണ്ടായിരുന്നു. തില്ലങ്കേരി പൂരം കാണാൻ വന്നതല്ല, പൂരം കലങ്ങുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വന്നതാ. അങ്ങനെ പൂരം കലങ്ങുന്നു എന്ന് ഉറപ്പുവരുത്താൻ വന്ന തില്ലങ്കേരിയുമായിട്ടാണ് ADGP അജിത് കുമാർ വയനാട്ടിൽ കൂടിക്കാഴ്ച നടത്തിയത്. എന്തിനായി കാണുന്നത്? എനിക്കൊരു സംശയമുണ്ട്, ന്യായമായ സംശയം. ഈ അജിത് കുമാർ ഗോവിന്ദൻ മാഷെ കാണാൻ ഇതുവരെ പോയിട്ടുണ്ടോ? കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാഷെ അജിത് കുമാർ കാണാൻ പോയിട്ടില്ല. ഉണ്ടെങ്കിൽ മാഷ് പറയട്ടെ. CPMന്റെ നേതാക്കന്മാരെ കാണാൻ പോകുന്നുണ്ടോ? അദ്ദേഹം കാണുന്നത് കൃത്യമായി BJP നേതാക്കളെയാണ്. എന്താ അതിന്റെ കാരണം? ഓരോ സന്ദർഭത്തിലുമുള്ള BJPയുടെ മാർഗനിർദ്ദേശങ്ങൾ ക്രമപ്രവൃത്തമായി ഏറ്റെടുത്ത് അത് കേരളത്തിൽ നടപ്പിലാക്കി കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം കാണേണ്ടവരെയാണ് കാണേണ്ടത്. അദ്ദേഹം മാഷെ കണ്ടിട്ട് കാര്യമില്ല. മാഷിയുടെ സിദ്ധാന്ത ക്ലാസ് MR അജിത് കുമാറിന് ആവശ്യമില്ല. അദ്ദേഹത്തിന് ആവശ്യമുള്ളത് RSSന്റെ കൊട്ടേഷനാണ്. ആ കൊട്ടേഷന്റെ ഭാഗമായ പൂരം കലങ്ങിയത്. പൂരത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോ പൂരത്തിന്റെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ MR അജിത് കുമാർ. അദ്ദേഹമല്ലേ ഉത്തരവാദി? അദ്ദേഹമല്ലേ അതിന്റെ പ്രതിസ്ഥാനത്ത് വരേണ്ടത്? പക്ഷെ നമ്മളെന്താ കണ്ടത്? ഈ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ അവസാന സംഘർഷം ഉണ്ടായി. പൂരം കഴിഞ്ഞ് നാടാകെ ആളുകളാകെ അസ്വസ്ഥരായി നിൽക്കുന്നു. സുരേഷ് ഗോപി ആംബുലൻസിൽ വരുന്നു. വലിയ സീൻ. അവിടുത്തെ പോലീസ് സൂപ്രണ്ട് അങ്കിത് അശോക് ഇപ്പോ അദ്ദേഹം സസ്പെൻഷനില്ല, സ്ഥാനത്ത് നിന്ന് മാറ്റി. അദ്ദേഹം ADGP വിളിക്കുന്നു. അയാളുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥനല്ലേ? മറുപടി സ്വിച്ച് ഓഫ്. ഇത്രയും നിർണായകമായ ഒരു സന്ദർഭത്തിൽ പൂർണ്ണ സെക്യൂരിറ്റി ചുമതലയുള്ള ADGPയുടെ ഫോൺ എന്തുകൊണ്ട് ഓഫായി?
ഇന്നിപ്പോ മുഖ്യമന്ത്രിയോട് ചോദിച്ചു ആ റിപ്പോർട്ടിൽ അതുണ്ടോ. അപ്പൊ അത് അടുത്ത പരിശോധനക്ക് വെച്ചിരിക്കുക. എമ്മാതിരി പരിശോധനയാ. 1 മാസം കഴിഞ്ഞിട്ടും ഫോൺ ഓഫായോ ഇല്ല എന്ന് തീർപ്പായിട്ടില്ല. ഇനി ഇതിനേക്കാൾ വലിയ കോമഡി, ഈ കലങ്ങിയ പൂരത്തെ കുറിച്ച് അന്വേഷിക്കാൻ ആരെയാ നിയോഗിച്ചത്? കലക്കിയവനെ. കലക്കിയവനെന്ന് കേരളത്തിൽ എല്ലാവർക്കും ബോധ്യമുള്ള എം.ആർ. അജിത് കുമാറിനെ കുറിച്ച് പിടിച്ചിട്ട് പറഞ്ഞു, നീ കലക്കിയ പൂരം നീ തന്നെ അന്വേഷിച്ചോളൂ. അപ്പൊ അയാൾ അന്വേഷിച്ചു. അയാൾ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തു. കലങ്ങിയിട്ടില്ല, കലങ്ങി എന്ന് തോന്നിയതാണ്. അത് കേരളത്തിലെ ചില ആളുകൾക്ക് അങ്ങനെ ചില തോന്നലുകൾ ഉണ്ടായതാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതായിരുന്നു കുറെ ദിവസം CPM വാദം. ഞങ്ങൾ പറഞ്ഞു ഇത് അംഗീകരിക്കേണ്ടി വരും. പൂരം കലക്കിയതാണെന്ന് കേരളത്തിലെ ഭരണകൂടത്തിന് അംഗീകരിക്കേണ്ടി വരും. ഇല്ല, പൂരം കലങ്ങിയിട്ടില്ല എന്ന മറുവശത്ത് CPM പറഞ്ഞു. ഇപ്പോൾ എന്താ ഗോവിന്ദൻ മാഷ് അംഗീകരിച്ചത്? ഗോവിന്ദൻ മാഷ്, ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് കലക്കിയതാണെന്ന കാര്യം കേരളത്തിന് മുമ്പിൽ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും എന്ന കാര്യം ഞങ്ങൾ പറഞ്ഞതാ. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഒരു കാര്യം കൂടി പറയാം. പൂരം കലക്കിയ എം.ആർ. അജിത് കുമാറിനെ ആ സ്ഥാനത്തിരുത്താമെന്നുള്ള നിങ്ങളെ വ്യാമോഹമുണ്ടല്ലോ, അതിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിയില്ല. അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാക്ഷാൽ പിണറായി വിജയൻ നിർബന്ധിതനാകുമെന്ന കാര്യത്തിൽ കേരളം ആലോചിച്ചത് മനസ്സിലാക്കണം. മാറ്റേണ്ടി വരും. മാറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. RSSന്റെയും BJPയുടെയും ഉത്തരവുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റാച്ചത്. അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റും, ആരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. സഖാവ് E.P. ജയരാജൻ, എനിക്ക് അദ്ദേഹത്തോട് സഹതാപമാണ്. പാവം, അദ്ദേഹം പറയുന്നത്, ഞാൻ ആ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ പ്രകാശ് ജാവേദ്കർ ഒരുത്തരും കൂടി വീട്ടിലേക്ക് കയറി വന്നു. വീട്ടിലേക്ക് വരുന്നവനോട് ഇറങ്ങിപ്പോടാന്ന് പറയാൻ പറ്റുമോ? മര്യാദ കേട്ടല്ലേ? അപ്പൊ അദ്ദേഹത്തോട് എന്താ വന്നേന്ന് ചോദിച്ചു. രാഷ്ട്രീയ കാര്യം സംസാരിക്കാനാ. ഞാൻ പറഞ്ഞു എനിക്കതിൽ താല്പര്യമില്ല. ആള് വീട്ടിൽ വന്നതല്ലേ, ഒരു ചായ കൊടുത്തു, കൈ കൊടുത്തു, പോയി. ചായയും കൈയും കൊണ്ട് പ്രകാശ് ജാവേദ്കർ ആ വഴിയും പോയി, E.P. ജയരാജന്റെ കൺവീനർ സ്ഥാനം ഈ വഴിയും പോയി. ജയരാജന് ആനുകൂല്യം കിട്ടിയില്ല. പാർട്ടി കോടതി കൂടി തീരുമാനമെടുത്തു. ജയരാജൻ തെറ്റ് ചെയ്തു. അതിനെക്കുറിച്ച് അന്ന് പിണറായി വിജയൻ പറഞ്ഞൊരു കമന്റ് ഉണ്ട്, ശിവൻ പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും എന്നാ പറഞ്ഞ്. പക്ഷേ യഥാർത്ഥത്തിലെ പാപിയാണ് ശിവൻ. പാപി എന്ന് പറയുന്ന നരേഷൻ ഉണ്ടാക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സംഘപരിവാറിന് കേരളത്തെ ഒറ്റുകൊടുത്ത യഥാർത്ഥ പാപിയാണ് ഒളിച്ചിരുന്നു കൊണ്ട് പാവൻ E.P. ജയരാജനെ പാപിയാക്കിയത്. അദ്ദേഹത്തിന് സീറ്റ് പോയി, പലർക്കും പോയി. അദ്ദേഹത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ച എല്ലാവരും പോയി. അവസാനം PV അൻവറും പോയി. അൻവർ കുറെ കാലം പിണറായി വിജയന്റെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തുകയായിരുന്നു. പൃഥുതുല്യനായ പിണറായി. ഈ പിണറായി ഓർത്തോണം, പിണറായിയെ പൃഥുതുല്യൻ എന്ന് വിളിക്കുന്നവരെയൊക്കെ ഒന്ന് സൂക്ഷിച്ചോണം. ഇപ്പോ ഒരു വിളി വിളിച്ചാൽ പുറത്തുപോയി അടുത്ത വിളിക്കുന്നവനകത്തുണ്ട്. ഓർത്തോണം, പൃഥുതുല്യനായ പിണറായി. അൻവറിന് കുറെ കഴിഞ്ഞപ്പോ മനസ്സിലായി ഇത് പൃഥുതുല്യനാക്കാൻ പറ്റിയ ആളൊന്നുമല്ല, അത് പിതാവിനെ അപമാനിക്കുന്നതിന് തുല്യമായ കാര്യമാണ്. അപ്പോ അൻവർ അതിങ്ങ് തിരിച്ചെടുത്തു. പൃഥുതുല്യൻ ഇങ്ങ് തിരിച്ചെടുത്തു. അൻവർ ഒതായിലേക്ക് പോയി. അൻവറിനെ പുറത്താക്കി, എല്ലാവരെയും പുറത്താക്കി. അദ്ദേഹത്തിനെതിരെ സംസാരിച്ച മുഴുവൻ പേരെയും പുറത്താക്കാൻ ഒരു കൂടിയാലോചനയും വേണ്ട. അത് നടപ്പാക്കി കൊടുക്കാൻ നിർബന്ധിതമാണ് കേരളത്തിലെ പാർട്ടി. പക്ഷെ എന്തുകൊണ്ടാണ് എം.ആർ. അജിത് കുമാറിനെ ഒഴിവാക്കാത്തത്? എം.ആർ. അജിത് കുമാറിനെ CPI പറയുന്നു മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാർട്ടി. കേരളത്തിൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സീറ്റാണ് തൃശ്ശൂർ. ആ തൃശ്ശൂർ സീറ്റ് ഇല്ലാതാക്കിയത് ഈ ഒറ്റ മനുഷ്യനാണ്. അതുകൊണ്ട് ഇയാൾക്കെതിരെ നടപടി എടുത്തേ പറ്റൂ. മുന്നണി രാഷ്ട്രീയത്തിന് മര്യാദ അനുസരിച്ച് അത് നടപ്പാക്കി കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. പക്ഷേ അന്വേഷണം വരട്ടെ. ആരന്വേഷിക്കുന്നത്? DGP ആണ് അന്വേഷിക്കുന്നതിന്റെ സാങ്കേതികമായി മേധാവി. പക്ഷേ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ എല്ലാം ADGPയുടെ താഴെയുള്ളവരാ. എന്ന് മാത്രമല്ല, ADGPക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിന്റെ
പ്രതിദിന പുരോഗതി ADGP തന്നെ അറിയിക്കണം. ഇങ്ങനെ അസാധാരണമായ അന്വേഷണ രീതിയാണ്. എനിക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിന്റെ ഓരോ ദിവസത്തെയും പുരോഗതി എന്നെ തന്നെ അറിയിക്കണം. ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകളോടുകൂടി ഒരു അന്വേഷണ പ്രഹസനം വിടാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് വിടാൻ കഴിയാത്തത്? MR അജിത് കുമാറിനെ വിടണമെങ്കിൽ RSS അനുവദിക്കണം, BJP അനുവദിക്കണം. BJPയുടെ അനുവാദം കിട്ടാതെ MR അജിത് കുമാറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പിണറായി വിജയന് കഴിയില്ല. ആ ഒരു നിസ്സഹായത കൊണ്ടാണ് എന്തെല്ലാം പറഞ്ഞിട്ടും ഈ മനുഷ്യനെ വിടാതെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത്. ആരൊക്കെ പറഞ്ഞിട്ടും പിണറായി വിജയൻ അടങ്കൽ പിടിച്ചിരിക്കുകയാണ് അജിത് കുമാറിനെ. അജിത്തേ പോകല്ലേ എന്ന് മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് അങ്കിൾ എന്നാണ്. നല്ല രസമുണ്ട്. CPM-ൽ ഏതെങ്കിലും ഒരു നേതാവിന് പിണറായി വിജയനെ മാന്യമായ ഒരു ഭാഷയിൽ തന്നെ വിളിക്കാൻ പറ്റുമോ? അപ്പോഴാണ് കേരള പോലീസിലെ ഈ ഉദ്യോഗസ്ഥന്മാർ അങ്കിൾ അങ്കിൾ എന്ന് വിളിക്കുന്നത്. സുജിത് ദാസിന് അങ്കിള. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസും പറയുന്നത് അങ്കിൾ എന്നാ. പിണറായി വിജയൻ അങ്ങനെയെങ്കിലും കുറച്ചാളുകളുടെ മുമ്പിലെങ്കിലും ഒരു കരുണാമയനായ ഒരു മനുഷ്യനായി മാറുന്നല്ലോ എന്നതാണ് വേറൊരു ആശ്വാസം. സംഘപരിവാറുകാരുടെ മുന്നിലായിപ്പോയി എന്നതാണ് സങ്കടം. ഇത്രയും ഇന്റിമസി എന്താ? ഈ അടുപ്പത്തിന്റെ അടിസ്ഥാനം എന്താ? അത് സംഘപരിവാറിന്റെ കൊട്ടേഷനാണ്. ആ കൊട്ടേഷന് പുറത്തു പോകാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജാവ്, ആ രാജാവിനെ RSS ചെക്ക് വിളിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളുടെ മുഖ്യമന്ത്രി സഖാവിനെ സംഘപരിവാർ ചെക്ക് വിളിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ചെക്ക് വിളിച്ചാൽ പിന്നെ രാജാവിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. മുന്നോട്ട് പോകണമെങ്കിൽ വിളിച്ചവർ തീരുമാനിക്കണം, അവര് മാറിക്കൊടുക്കണം. അവര് കരുക്കൾ നീട്ടുന്നതനുസരിച്ചല്ലാതെ രാജാവിന് മൂവ് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ തോൽവി സമ്മതിച്ച് സമ്പൂർണ്ണ കീഴടങ്ങൾ പ്രഖ്യാപിക്കണം. അതല്ലാത്തൊരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരമില്ലാത്തത് കൊണ്ടാണ് പാർട്ടി കമ്മിറ്റി കൂടി CPM നേതാക്കൾക്ക് തീരെ ശീലമില്ലാത്ത എന്ന പരിശീലനം കൊടുത്തിരിക്കുന്നത്. ഇനി ചോദ്യത്തിന് ഉത്തരമില്ല. അപ്പൊ അതുകൊണ്ട് PR ഏജൻസിയാണെന്ന് തോന്നുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ പരിഹാരം പറഞ്ഞുതരാം, ഒന്നിരിക്കുക. സഖാക്കളൊക്കെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ കാണിക്കുന്നത് പോലെ അങ്ങ് കാണിച്ചാൽ മതി. അവര് പഠിപ്പിച്ചു കൊടുത്തതാണ്. മിനിഞ്ഞാന്ന് മുതൽ എല്ലാവരും ചിരിക്കുക. ഇത് എപ്പോഴാണ് ഈ ചിരി നിർത്തുന്നത്? ചിരി നിർത്താതെ ചിരി തുടർന്നാൽ അതൊരു മോശം ലക്ഷണമാണ്. അത് വേറെ കാര്യമാണ്, വേണ്ടവരെ കാണിക്കേണ്ടി വരും. അപ്പോ ഇങ്ങനെ ഉത്തരം മുട്ടുമ്പോ ചിരിച്ചിട്ടും കൊഞ്ഞനം കാണ്ടിയിട്ടും വിളിക്കുന്നവനെ തീവ്രവാദിയും ഭീകരവാദിയാക്കിയിട്ടും രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. സംഘപരിവാറിന്റെ കൃത്യമായ സ്വാധീനം പോലീസിൽ തെളിയിച്ചതാണ് മലപ്പുറം SP സുജിത് ദാസിന്റെ നിയമനം. 3 വർഷമാണ് അദ്ദേഹം ഇരുന്നത്. എന്തായിരുന്നു സുജിത് ദാസിന്റെ കൊട്ടേഷൻ? മലപ്പുറം ജില്ലയിൽ ക്രിമിനൽ കേസുകളുടെ റേറ്റിംഗ് കുറവാണ്. കേരളത്തിലെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ രേഖകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കേരളത്തിൽ ക്രൈം വളരെ കുറവുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. ക്രൈം റേറ്റിൽ കുറവാണ്. ഇപ്പോൾ പോലും 4ാം സ്ഥാനത്താണ്. അതിനേക്കാൾ കൂടുതൽ ക്രൈമുള്ള ജില്ലകളുണ്ട്. പക്ഷേ ഈ ക്രൈം മുന്നോട്ട് കൊണ്ടുപോകണം, കൂട്ടണം. എന്താ വഴി? നിരന്തരമായി കേസെടുക്കണം, കേസ് രജിസ്റ്റർ ചെയ്യപ്പെടണം. കേസ് നിരന്തരമായി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ സംവിധാനം പോലീസിനുണ്ടാകണം. സുജിത് ദാസ് ഇരുന്ന് ചെയ്തത് അതാണ്. 10,000 20,000 ആകുന്നു, 20,000 30,000 ആകുന്നു, 30 45,000 ആകുന്നു. കുത്തനെ കയറുകയാണ്. എന്താണ് ഈ ജില്ലക്ക് സംഭവിച്ചത്? ഇത്രയും ഭീകരമായ കുറ്റകൃത്യങ്ങൾ എവിടെ നിന്ന് വന്നു? പെട്ടെന്ന് വളരെ കൃത്യമായ നിർദ്ദേശമായിരുന്നു അദ്ദേഹത്തിന്. അത് നടപ്പാക്കാനാണ് ഒരു SP-യെ 3 കൊല്ലം കേരളത്തിൽ ഒരു ജില്ലയിലും ഒരു പോലീസ് സൂപ്രണ്ടും ഇത്രയും കാലം തുടർന്നിട്ടില്ല. അദ്ദേഹം ഇവിടെ സുരക്ഷിതനായിരുന്നു. വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചർ പോലീസ് സൂപ്രണ്ടിന്റെ ഔദ്യോഗിക വസതിയുടെ ചുറ്റും നിൽക്കുന്ന സർക്കാരിന്റെ മരം മുറിച്ചു കൊണ്ടുപോയി ഫർണിച്ചർ ഉണ്ടാക്കി. ആ ഫർണിച്ചർ അന്വേഷിച്ച് അൻവർ പോയപ്പോഴാണ് അൻവറിന്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞത്, അല്ല അദ്ദേഹത്തെ അങ്കിൾ എന്നാണ്. എന്താ വിളിച്ചത്? എന്തോന്ന് വിളിച്ചു. മൊത്തം വിളി എന്താന്ന് എനിക്ക് ഓർമ്മയില്ല.
അപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ചെറുപ്പക്കാരനാ, DGP ആയിട്ട് റിട്ടയർമെന്റ് ചെയ്യാൻ പോകുന്ന ആളാ, നിങ്ങൾക്ക് വിനീത വിധേയനായ ഒരു IPS ഓഫീസറെ കിട്ടും. എന്താ വേണ്ടത്? കേസ് കടുപ്പിക്കരുത്. ഏത് കേസാ? സർക്കാരിന്റെ മരം മുറിച്ച കേസ്. സർക്കാരിന്റെ മരം മുറിച്ച കേസ് കടുപ്പിക്കരുത് എന്ന് പറഞ്ഞാണല്ലോ PV അൻവറും അദ്ദേഹം തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം ആദ്യം പുറത്തു വരുന്നത്. ഈ പോലീസ് സൂപ്രണ്ട് ഡാൻസഫ് എന്ന് പറയുന്ന ഒരു സംഘത്തെ ഉണ്ടാക്കി മലപ്പുറത്ത് ക്രൈം റേറ്റ് കൂട്ടി. അതിനുവേണ്ടി എന്തെല്ലാം തരികിടകളാണ് നടത്തിയത്. നിരപരാധികളായ ഒരുപാട് ചെറുപ്പക്കാരെ കേസിൽപ്പെടുത്തി. നിങ്ങൾ കണ്ടല്ലോ, മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്ന ചെറുപ്പക്കാർ. ഞങ്ങൾ വാഹനത്തിൽ പോകുമ്പോ ആ വാഹനം പോലീസ് തടഞ്ഞു നിർത്തി, വാഹനത്തിനുള്ളിലേക്ക് ചില സാധനങ്ങൾ ഇട്ടു. എന്നിട്ട് പോലീസ് പെട്ടെന്ന് വളഞ്ഞു പിടിച്ചു. മയക്കുമരുന്ന് കടത്തുകാരാണ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ മേൽ കേസ് ചുമത്തി. പോലീസ് സംസാരിക്കുന്നതിന് വിവരങ്ങൾ പുറത്തു വന്നല്ലോ, ശബ്ദരേഖ പുറത്തു വന്നല്ലോ. മയക്കുമരുന്ന് കച്ചവടക്കാരുമായി പോലീസ് സംസാരിക്കുന്നു. ഞങ്ങൾക്ക് കുറച്ച് മയക്കുമരുന്ന് ആവശ്യമുണ്ട്. എന്തിനാ പോലീസിന്? കേരള പോലീസിന് എന്തിനാ മയക്കുമരുന്ന്? പോലീസിനെന്തിന്? ഈ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാ. ആ ക്രൈം റേറ്റ് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് താമർ ജഫ്രി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ താനൂരിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. ഡാംസഫ് എന്ന് പറയുന്ന SP നേരിട്ട് നിയന്ത്രിക്കുന്ന പോലീസ് സേനയാണ് താമർ ജഫ്രി ഇടിച്ചു കൊന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ അധികം വലിയ രോഷമുണ്ടായപ്പോഴും മുഖ്യമന്ത്രി സുജിത് ദാസിനെ തൊട്ടില്ല, നടപടിയെടുത്തില്ല. കേരളത്തിലെ പോലീസ് സേനയിൽ എത്രയോ സംഭവങ്ങൾ പോലീസിന്റെ കസ്റ്റഡി മരണം ഉണ്ടായിട്ടുണ്ട്. ആ കസ്റ്റഡി മരണത്തിന് ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കും. പക്ഷേ ഡാൻസഫ് എന്ന് പറയുന്ന SP-യുടെ നേരിട്ടുള്ള സേന ഇടിച്ചു കൊന്നിട്ട് താമർ ജഫ്രി വധത്തിൽ സുജിത് ദാസിനെ ഒന്നും ചെയ്തില്ല. വലിയ തോതിൽ വിമർശനം വന്നു, പ്രതിഷേധം കനത്തു, സമരം വന്നു, ദിവസവും സമരം എന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രി സുജിത് ദാസിനോട് പറഞ്ഞത് എന്താ? നടപടിയെടുക്കുന്നല്ല. സുജിത് ദാസിന് അദ്ദേഹം നൽകിയൊരു സൗകര്യം, വിദഗ്ധ പരിശീലനത്തിന് ഹൈദരാബാദിലെ പോലീസ് അക്കാദമിയിലേക്ക് പോകാൻ സുജിത് ദാസിന് അനുമതി കൊടുത്തു. നിങ്ങൾ നോക്കൂ, ഒരു സംഘപരിവാർ പോലീസ് ഉദ്യോഗസ്ഥനെ, പശ്ചാത്തലമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എന്തിനാണ് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി ഇങ്ങനെ ഫേവർ ചെയ്യുന്നത്? ഇത് ചോദിക്കണ്ടേ കേരളത്തിലെ സഖാക്കൾ? നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ ചോദിക്കണ്ടേ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അദ്ദേഹത്തെ അവിടേക്ക് അയച്ചു. വിവാദം അടങ്ങി, ജനങ്ങളുടെ ശ്രദ്ധ മാറി. അദ്ദേഹത്തെ തിരിച്ചുകൊണ്ട് വന്നത് പത്തനംതിട്ടയിൽ SP ആക്കി. പത്തനംതിട്ടയിൽ SP ആയിരിക്കുമ്പോഴാണ് ഇപ്പോൾ അൻവർ വിവാദം വന്ന് ക്ലിയർ എവിഡൻസ് വന്നപ്പോ ഒരു രക്ഷയുമില്ലാതെ തൽക്കാലം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന RSS. ഇന്ന് കേരള പോലീസിനകത്ത് RSSന് ശാഖയുണ്ട്. അത് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നിരവധിയുണ്ട്. അവരെന്താണ് ഇനി നടപ്പാക്കാൻ പോകുന്നതെന്ന് അറിയണമെങ്കിൽ MR അജിത് കുമാറിനെ ചോദ്യം ചെയ്യണം. അദ്ദേഹത്തെ ഇരുത്തി ചോദ്യം ചെയ്യണം. ധൈര്യമുണ്ടോ പിണറായി വിജയൻ MR അജിത് കുമാറിനെ ചോദ്യം ചെയ്യാൻ? നിങ്ങൾക്ക് എന്താണ് RSS നൽകിയ നിർദ്ദേശം? കേരളത്തിൽ ഏത് തരം സാമൂഹ്യ സംഘർഷം ഉണ്ടാക്കാനാണ്? കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പൂരങ്കലക്കൽ പോലെയുള്ള എന്ത് വിദ്യയാണ് ഇനി നിങ്ങൾ നടത്താൻ പോകുന്നത് എന്ന് ചോദിക്കണ്ടേ? ആ ചോദ്യം ചോദിച്ചാലേ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരൂ. ഒരു RSS ശാഖയുടെ, RSSന് നിയന്ത്രണമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ലോ ആൻഡ് ഓർഡറിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തിട്ട് കേരളം ഞങ്ങൾ സുരക്ഷിതമായ മതനിരപേക്ഷ കേരളമായി കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്ന കാപട്യമുണ്ടല്ലോ, അത് കേരളം അംഗീകരിച്ചു തരികയില്ല എന്നാണ് CPM-നെയും മുഖ്യമന്ത്രിയും ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ആദ്യ നിമിഷം തന്നെ ഈ മനുഷ്യനെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റണമായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല, നിങ്ങൾ ചെയ്യില്ല. അതിന് കാരണം RSSും നിങ്ങളും തമ്മിലുള്ള ഡീലാണ്. എന്താ ഈ ഡീല്? ഡീലിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഇന്ന് K. സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP നേതാവിനെ കാസർഗോഡ് കോടതി ഒരു കേസിൽ വെറുതെ വിട്ടു. വെറുതെ വിടുകയല്ല ചെയ്തത്, വിടുതൽ ഹർജി അംഗീകരിക്കുകയാണ് ചെയ്തത്. വിടുതൽ ഹർജി എന്ന് പറഞ്ഞാൽ ട്രയലിന് മുമ്പുള്ള കാര്യമാണ്. വിചാരണ നടത്തി എവിഡൻസ് ഇല്ല എന്നുറപ്പാക്കിയിട്ട് ഒരാളെ വിടുന്നതും വിചാരണയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കേസിന് മെറിറ്റ് ഇല്ല എന്ന് പറഞ്ഞ് തള്ളുന്നതും രണ്ടും രണ്ടാ. ഇന്ന് കാസർഗോഡ് കോടതി ചെയ്തത് സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട കേസിന് എവിഡൻസ് അതിന് ന്യായമില്ല എന്ന് പറഞ്ഞ് വിടുതൽ ഹർജി അംഗീകരിച്ച് ആ കേസ് ഒഴിവാക്കിയിരിക്കുന്നു. എന്താ കേസ്? സുരേന്ദ്രൻ മത്സരിക്കുമ്പോ BSPയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അവിടെ. ആ സ്ഥാനാർത്ഥിയെ പൈസ കൊടുത്ത്
അദ്ദേഹം പിന്മാറ്റി. അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. എന്നിട്ട് പണം കൊടുത്ത് അദ്ദേഹത്തെ പിന്മാറ്റി. പുറത്തു വന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു, എന്നെ ഇങ്ങനെ ചെയ്തു. സാക്ഷികളുണ്ട്, അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളുണ്ട്, പലരുമുള്ളൊരു കേസ്. ഈ കേസ് ന്യായമായ രൂപത്തിൽ കോടതിയിൽ വാദിച്ചാൽ കോടതിയുടെ മുമ്പിൽ ഇത് തെളിയിക്കാൻ കഴിയും. ഇതൊരു മെറിറ്റുള്ള കേസാണ്. ഇങ്ങനെ വിടുതൽ ഹർജി അംഗീകരിച്ചുകൊണ്ട് ഈ കേസ് ഒഴിവാക്കാൻ പാടില്ല എന്ന് ശക്തമായി വാദിക്കല്ലേ? എന്തേ വാദിക്കാതിരുന്നത്? ഡീലാണ്. കെ സുരേന്ദ്രനെ തൊടാൻ പാടില്ല. ഇപ്പോൾ ചില സഖാക്കൾ വന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ പോലീസല്ലേ ഈ സുരേന്ദ്രന് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് അന്ന് അറസ്റ്റ് ചെയ്തത്. അതിനിടയിൽ നിങ്ങൾ വേറൊരു ഓപ്പറേഷൻ നടത്തി നോക്കിയതാ. ആ ഓപ്പറേഷൻ പോലും സംഘപരിവാറിന് കേരളത്തെ അനുകൂലമാക്കി കൊടുക്കാനും കേരളത്തിലെ LDF-ഉം സംഘപരിവാറുമല്ലാത്ത മുന്നണി രാഷ്ട്രീയത്തെ പ്രതിസന്ധിയിലാക്കാനും വേണ്ടി നടത്തിയ ഓപ്പറേഷനാണോ എന്ന കാര്യം വസ്തുതാപരമായി മറ്റൊരു അന്വേഷണം നടത്തിയാൽ തെളിയിക്കാൻ കഴിയും. അങ്ങനെ ദുരൂഹമായ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു കാര്യമാണ് സംഘപരിവാർ ബന്ധം എന്ന് പറയുന്നത്. ആ ഡീലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, വളരെ ശക്തമായി നടന്ന കേസുകളുണ്ട്. SNC ലാവ്ലിൻ സുപ്രീം കോടതിയിൽ എത്ര തവണയാ കേസ് വരുന്നത്? ഇങ്ങനെയുണ്ട് ഒരു കേസ് സുപ്രീം കോടതി വിളിക്കും. സർക്കാർ അഭിഭാഷകൻ പറയും, പേന എടുത്തിട്ടില്ല, പേപ്പർ കണ്ടിട്ടില്ല, ഫയല് കാണാതെ പോയി. 36 തവണയാ മാറ്റിവെച്ചത്. ചില സമയത്ത് പിണറായിയുടെ അഭിഭാഷകൻ പറയും, ഇന്ന് നല്ല സുഖമില്ല, അതുകൊണ്ട് വാദിക്കാൻ പറ്റില്ല. കോടതി അംഗീകരിച്ചു കൊടുക്കുന്നു. തുടരുകയാണ്, അവിരാമം തുടരുന്നു. ഒരു റിവ്യൂ, ഒരു ഹർജി, ഒരു അപ്പീൽ കോടതി, കേരള ഹൈക്കോടതിയുടെ ഒരു വിധിക്കെതിരെ സുപ്രീം കോടതിക്ക് നൽകിയ ഒരു അപ്പീൽ കോടതി എത്ര കൊല്ലമായി, 6-8 വർഷമായി അത് വിചാരണ എടുക്കുന്നില്ല. അസാധാരണത്വം ഇല്ലേ? ഇതിലൊരു പ്രശ്നമില്ലേ? ഇതൊരു നോർമൽ സംഭവമാണോ? ഇതിന് സമാനമായ ഒരു സംഗതി സുപ്രീം കോർട്ടിലുണ്ടോ? എന്തേ ഇങ്ങനെ മന്ദീഭവിച്ചു പോകുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത്, പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കരൻ നയതന്ത്ര ബാഗിൽ കൊണ്ടുവന്നു സ്വർണം. ഇപ്പോൾ ഉണ്ടല്ലോ, മലപ്പുറത്താണ് സ്വർണം വരുന്നത് എന്ന് പറയുന്ന ആളുണ്ടല്ലോ. ആ ആളെന്താ ആദ്യം സമ്മതിക്കേണ്ടത്? എന്റെ ആഫീസിലെ ശിവശങ്കരൻ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി തിരുവനന്തപുരം വിമാനത്താവളം വഴി നയതന്ത്ര ബാഗ് ഉപയോഗിച്ച് കിലോ കണക്കിന് സ്വർണം കൊണ്ടുവന്നപ്പോ തിരുവനന്തപുരം സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്രമാണെന്ന് എന്തോ പിണറായി വിജയൻ താങ്കൾ പറഞ്ഞില്ല. നിങ്ങൾക്കിപ്പോൾ നാവ് പൊങ്ങിയല്ലോ. മലപ്പുറമാണ് കേരളത്തിലെ ക്രിമിനൽ ക്യാപിറ്റൽ എന്ന് പറയാൻ നാവ് പൊങ്ങിയല്ലോ. ആ നാവെന്തേ നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സ്വർണം കടത്തുമ്പോൾ നിങ്ങൾക്ക് പൊന്തിയില്ല? അത് വേറൊരു കാര്യ. ആ കേസ് അങ്ങനെ അന്വേഷിച്ചു. ശിവശങ്കരൻ അടുത്തുപോയി, റിമാൻഡിലായി. എന്നിട്ട് ഈ മുഖ്യമന്ത്രി ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതുപോലെ പെരുമാറി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഔദ്യോഗിക അധികാരം ഉപയോഗിച്ച് നടത്തിയ ക്രമവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കല്ലാതെ ആർക്കാ? മുഖ്യമന്ത്രിക്കല്ലേ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം? നിങ്ങൾ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ നിങ്ങൾ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരുമ്പോൾ അതിന്റെ കാരണം എന്താ? അദ്ദേഹത്തിന് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു രേഖ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സാമ്പത്തിക തട്ടിപ്പിൽ ഉൾപ്പെട്ട കുറ്റവാളികൾ ജനങ്ങളിൽ നിന്ന് പണം വാങ്ങിയത്. ആ ഉത്തരവാദിത്വം, ധാർമ്മിക ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടിക്കുണ്ട് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയത്. ഞങ്ങൾ പ്രക്ഷോഭം നടത്തിയ പാർട്ടിയാ. ഞങ്ങൾക്ക് അതിലൊരു ആത്മനിന്ദയുമില്ല. അതൊരു ശരിയായ നിലപാടാ. ആ നിലപാടിന്റെ ആവർത്തനം വരുമ്പോ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ കടത്തിൽപ്പെട്ട് തെളിവടക്കം വന്ന് റിമാൻഡിലായി സസ്പെൻഷനിലാകുമ്പോ അയാളുടെ മുകളിലുള്ള മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ? ആ കേസ് ഇപ്പൊ എവിടെയാ? ആ കേസ് അന്വേഷിക്കാൻ നിങ്ങൾക്ക് എന്താ താല്പര്യമില്ലേ എന്ന് അവസാനം സുപ്രീം കോടതി ചോദിച്ചു. ലാസ്റ്റ് വന്നപ്പോ സുപ്രീം കോടതി ചോദിച്ചു ED-യോട്, നിങ്ങൾ എന്ത് കളിയായി കളിക്കണേ? ഇതെന്താ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? താല്പര്യമില്ല. ചെക്ക് വിളിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇത് താല്പര്യം ഉണ്ടാവണമെങ്കിൽ രാജാവ് മുന്നോട്ട് പോകുമെന്ന് വെക്കണം. രാജാവ് പോകുന്നില്ല എന്ന് വെച്ചാൽ അവിടെ നിൽക്കും. കരിവന്നൂരിലെ കേസ് ED വന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ അന്തരീക്ഷം ഉണ്ടാക്കി. സുരേഷ് ഗോപി നടന്നു, വണ്ടി ഊന്തി. കരിവന്നൂര് തെളിയിച്ചിട്ടേ ഞാൻ അടങ്ങൂ. അദ്ദേഹം സിനിമയിൽ പറയുന്നത് പോലെ ഡയലോഗുകൾ പറഞ്ഞു. എന്തേ കരിവന്നൂര്? കേന്ദ്രമന്ത്രിയാണല്ലോ, ഡൽഹിയിലെ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കില്ല.
കരിവന്നൂർ അങ്ങോട്ട് കൊടുക്കുന്നു. കെ സുരേന്ദ്രന്റെ ഈ തട്ടിപ്പ് കേസ് ഞങ്ങളൊന്നും ചെയ്യില്ല. കൊടകരയിൽ ഒരു കേസുണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടി കള്ളപ്പണം കൊണ്ടുവന്ന കേസ്, 4 കോടി രൂപ പോലീസ് പിടിച്ചെടുത്ത കേസ്. ആ കേസിൽ ആർക്ക് വേണ്ടിയാണ് ഈ പണം കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോ കാരിയർ പറഞ്ഞത് കേരളത്തിലെ BJP നേതൃത്വം കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പണം കൊണ്ടുവന്നതെന്ന് കാരിയർ പോലീസ് നൽകിയ മൊഴിയുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ആർക്ക് വേണ്ടിയാണോ പണം കൊണ്ടുവന്നത് ആ വ്യക്തിയെ പോലീസ് ചോദ്യം ചെയ്യണ്ടേ? സുരേന്ദ്രനെ ചോദ്യം ചെയ്തിട്ടില്ല. ആ കേസ് എവിടെ? കേസ് അനങ്ങുന്നില്ല. അപ്പൊ കുടകരയും കരിവന്നൂരും തമ്മിൽ ക്രോസ്. കരിവന്നൂര് ഞങ്ങൾ അന്വേഷിക്കില്ല, കൊടകര നിങ്ങളും അന്വേഷിക്കരുത്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട എക്സാലോജിക് കരിമണൽ കപ്പ എന്ന് പറയുന്ന CMR കമ്പനി ആളുകൾക്കെല്ലാം പൈസ കൊടുത്തു. മുഖ്യമന്ത്രിയുടെ മകൾക്കും കൊടുത്തു പൈസ. പ്രതിമാസം നിശ്ചിത തുക കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. എന്തിനാണ് ഈ പൈസ കൊടുത്തത്? ഒരു സർവീസും ചെയ്തിട്ടില്ല. നമ്മളൊക്കെ സാധാരണ കുട്ടികൾ, വീട്ടിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന സാധാരണ സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ, ഇതൊക്കെ ഈ നാട്ടിൽ ഏത് കുഞ്ഞുങ്ങൾക്കും അറിയാം. ഈ 2 സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് CMRL പ്രതിവർഷം കോടി രൂപയാണ് കൊടുക്കുന്നത്. എന്തിനായി കൊടുക്കുന്നേ? CMRL അത് കൊടുക്കുന്നതിന്റെ കാരണം CMRLന് വേണ്ടി തോട്ടപ്പള്ളി എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ കടലും കായലും തമ്മിൽ വന്നു ചേരുന്ന സ്ഥലത്ത് അനധികൃതമായ ഒരു കരിമണൽ ഖനനം നടക്കുന്നുണ്ട്. ആ കരിമണൽ ഖനനത്തിന് ഉത്തരവിട്ടത് സർക്കാരാണ്. ആ ഉത്തരവുണ്ടാകുന്നത് ഒരു കൃത്രിമമായ കാരണം ഉന്നയിച്ചാണ്. അതിലൂടെ ഉണ്ടായെടുക്കുന്ന മണൽ, ആ മണൽ ഉപയോഗിച്ച് അതിന്റെ അസംസ്കൃത വസ്തു ഉപയോഗിച്ചാണ് CMRL പ്രവർത്തിക്കുന്നത്. CPM-കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, സഖാവ് യെച്ചൂരി മരണപ്പെട്ടു പോയി. സഖാവ് യെച്ചൂരിയുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടു നോക്കൂ. ക്രോണി ക്യാപിറ്റലിസത്തെ കുറിച്ച് യെച്ചൂരി എടുക്കുന്ന ക്ലാസുകൾ നിങ്ങൾ നോക്കൂ. എങ്ങനെയാണ് ക്രോണി ക്യാപിറ്റലിസം പ്രവർത്തിക്കുന്നത്? ഒരു ഭരണകൂടത്തെ എങ്ങനെയാണ് ഈ മുതലാളിമാർ ഉപയോഗപ്പെടുത്തുന്നത്? തങ്ങൾക്ക് ലാഭമുണ്ടാക്കും എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റുകളുടെ നയത്തെ സ്വാധീനിക്കാൻ സർക്കാരിലെ ഉന്നതന്മാർക്ക് പണം കൊടുക്കുന്നു എന്നാണ് ക്രോണി ക്യാപിറ്റലിസത്തിന് CPM നൽകിയ നിർവചനം. ആ CPM നിർവചനം ഇരിക്കുമ്പോഴാണ് ശിവകർത്ത, കരിമണൽ കർത്ത, CMRLന്റെ ശശിധരൻ കർത്ത, മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട എക്സാലോജിക് കമ്പനിക്ക് ഈ പണം ഒരാവശ്യവുമില്ലാതെ കൊടുക്കുന്നത്. ആ കേസ് അന്വേഷിച്ചു. സീരിയസ് ഫ്രോഡ് ഇടപാടുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി അത് അന്വേഷിച്ചു. ഇപ്പൊ പിടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. അവസാനം പിടിക്കുന്നില്ല, അന്വേഷണമില്ല, നിലച്ചു. എക്സാലോജിക്ക് ചെക്ക് വിളിച്ചു. ഇപ്പുറത്ത് BJP-യുമായി ബന്ധപ്പെട്ട മറ്റു ചില ഇടപാടുകൾ. ഇങ്ങനെയുള്ളൊരു ഡീലാണ് കേരളത്തിൽ നടക്കുന്നത്. പ്രിയമുള്ളവരെ, കേരളത്തിലെ സഖാക്കൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വസ്തുതാപരമായി പരിശോധിക്കൂ. അത് പിണറായി വിജയന്റെ പരിശോധനയാകരുത്. നിങ്ങൾ വസ്തുതാപരമായി പരിശോധിച്ചു നോക്കൂ. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സഖാവെന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ സഖാവ് നിങ്ങളുടെ മുകളിലിരുന്നു കൊണ്ട് സംഘപരിവാറിന് വേണ്ടി ചെയ്തു കൊടുത്ത ഈ ദല്ലാൽ പണിയുടെ നിരവധിയായ ഉദാഹരണങ്ങൾ കേരളത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സത്യസന്ധമായി പരിശോധിച്ചാൽ അതാ ഞങ്ങൾ പറയുന്നത്. അത് മുന്നോട്ട് വന്നത് പിടിച്ചു. അവസാനം അൻവറിന് തോന്നി ഇത് കാര്യം ഇങ്ങനെയല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറി, പൊളിറ്റിക്കൽ സെക്രട്ടറി, അയാൾ ഇതിന്റെ മീഡിയേറ്ററാണ്. ഇത്തരം പല ഇടപാടുകളും നടക്കുന്നു. ആ നടന്നതിന്റെ കാര്യമാണ് അൻവർ പറഞ്ഞത്. അൻവർ പറഞ്ഞത് ഞങ്ങൾക്കൊരു പുതിയ വിവരമല്ല. അൻവർ ഞങ്ങളുടെ റെഫറൻസ് അല്ല. ഞങ്ങൾ 8 കൊല്ലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിരവധി തെളിവുകൾ ഉദ്ധരിച്ച് കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞതാ. RSS ആണ് നാഗപ്പൂരിലെ RSS ആസ്ഥാനത്താണ്. തിരുവനന്തപുരത്തെ AKG സെന്ററിലല്ല കേരള പോലീസിന്റെ നിയന്ത്രണം ഇരിക്കുന്നത് എന്ന് ഞങ്ങൾ 8 കൊല്ലം കൊണ്ട് പറയുന്നവരാ. ഇപ്പൊ അൻവറിന് വെളിവുണ്ടായി. ആ വെളിവ് അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോ അതിനെ നേരിടാൻ വേണ്ടി പുതിയ രീതി സ്വീകരിക്കുകയാണ്. ഈ അജിത് കുമാർ ഉണ്ടല്ലോ, ADGP, അദ്ദേഹം എലത്തൂരിലെ ട്രെയിനിന്റെ തീവപ്പുമായി ബന്ധപ്പെട്ട കേസ് അത് പുറത്തു വന്നപ്പോ പെട്ടെന്ന് ഒരു പ്രതിയെ കൊണ്ടുവന്നു, ഷാരൂഖ് ഷെയ്ഫി. അയാളാണോ പ്രതി? എന്താ ഈ സംഭവം? അത്യന്തം ദുരൂഹമായ ഒരു കേസാണത്. അതിന്റെ വസ്തുതകൾ പുറത്തു വരുന്നില്ല. ആ ഷാരൂഖ് ഷെയ്ഫിയെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ADGP പരിചയപ്പെടുത്തിയത് ഇയാൾ തീവ്രവാദിയാണ്. എന്താ തീവ്രവാദി? കാരണം
ഇയാൾ വരുന്നത് ഷാഹീൻ ബാഗിൽ നിന്നാണ്. ഷാഹീൻ ബാഗ് എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുടെ ഹാച്ചറിയാണ്, തീവ്രവാദികളുടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ്. അവിടെ നിന്ന് വന്ന ഷാരൂഖ് സൈഫിയാണ് ഇത് ചെയ്തത് എന്നൊരു നരേഷനാണ് അജിത് കുമാർ പറഞ്ഞത്. അപ്പോ പ്രതിയാക്കാൻ ഉദ്ദേശിച്ചാൽ ആളെ തീവ്രവാദിയാക്കും, എന്നിട്ട് അയാൾക്ക് ഒരു പശ്ചാത്തലം ഉണ്ടാക്കും. അയാളുടെ പശ്ചാത്തലം ഷാഹീൻ ബാഗാണ്. ആ തിരക്കഥയുടെ പുതിയ എഡിഷനാണ് അൻവർ തെറ്റിയപ്പോൾ അൻവറിന്റെ പശ്ചാത്തലം. 8 കൊല്ലം പിണറായി വിജയന്റെ നിഴലിൽ മാത്രം സഞ്ചരിച്ച അൻവർ, ആ അൻവറിനെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നു അയാളുടെ പശ്ചാത്തലം ഞങ്ങളുടേതല്ല, പിന്നേതാ കോൺഗ്രസിന്റേതാന്ന് പറയുന്നു. അവിടെ നിർത്തിയോ? കോൺഗ്രസ് പശ്ചാത്തലമാണ് അൻവർ എന്ന് പറഞ്ഞിടത്ത് പിണറായി വിജയൻ നിന്നോ? അദ്ദേഹം മുന്നോട്ട് പോയി. പിന്നെന്താ പറയുന്നത്? തീവ്രവാദികളുടെ കേന്ദ്രമായ മലപ്പുറത്തിന്റെ പ്രതിനിധിയാണ് അൻവർ. മലപ്പുറത്തെ ന്യൂനപക്ഷ വർഗീയവാദത്തിന്റെ സ്പോൺസർഷിപ്പിലാണ് അൻവർ സംസാരിക്കുന്നത്. ഷാരൂഖ് സൈഫി ഷാഹീൻ ബാഗിൽ നിന്ന് വരുന്ന തീവ്രവാദി, PV അൻവർ മലപ്പുറത്ത് നിന്ന് വരുന്ന തീവ്രവാദി. തിരക്കഥ പോലും പിണറായി വിജയന്റെ അല്ല, തിരക്കഥ പോലും പിണറായി വിജയൻ എഴുതി കൊടുക്കുന്നത് സംഘപരിവാറാണ് എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ നരേഷൻ ആരുടേതാ? ഇപ്പോൾ അദ്ദേഹം പറയുന്നു കേസിനെ നേരിടാൻ അദ്ദേഹം കണ്ട വഴി. സെപ്റ്റംബർ 21-ാം തീയതി തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് കേസ് കൂടുകയാണ്, സ്വർണം ഇത്ര വരുന്നു, കള്ളപ്പണം എത്ര വരുന്നു. ആരാ കൊണ്ടുവന്നവരെ പിടിക്കേണ്ട ഉത്തരവാദിത്തം? അതിന്റെ കാരിയർ മാത്രം പിടിച്ചാൽ മതിയോ? ആർക്ക് വേണ്ടി ആ സ്വർണം കൊണ്ടുവന്നത്, ആരാണ് ഏൽപ്പിച്ചത്? ഇത് രണ്ടും അറിയണ്ടേ? ഇത് രണ്ടും പരിശോധിക്കാൻ കഴിയുന്ന അന്വേഷണ ഏജൻസി കസ്റ്റംസ് അല്ലേ? ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നല്ലേ ഇത് കടന്നു വരുന്നത്? ആ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആരാണ് ഈ കാരിയറുടെ കയ്യിൽ സ്വർണം കൊടുത്തത് എന്ന് കേരള പോലീസിന് അന്വേഷിക്കാൻ പറ്റുമോ? അത് അന്വേഷിക്കാൻ അധികാരമുള്ള അന്വേഷണ ഏജൻസി കസ്റ്റംസാ. കസ്റ്റംസ് ചെയ്യുന്നില്ല. കോഴിക്കോട് എയർപോർട്ടിൽ വളരെ അത്യന്താധുനികമായ മെഷീൻ ഉണ്ട്. 1 ഗ്രാം സ്വർണം കടന്നുപോയാൽ ആ മെഷീൻ ബി പഠിക്കും. പക്ഷേ ഈ സ്വർണ്ണാഭരണങ്ങൾ, സ്വർണ്ണ വസ്തുക്കൾ അടങ്ങിയ അനവധി ബാഗുകൾ കടന്നുപോയിട്ടും കസ്റ്റംസിന്റെ സ്കാനറിൽ കാണുന്നില്ല. വലിയ ഒത്തുതീർപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, വലിയ ധാരണയാണ്. പിന്നെന്താ കഴിയുന്നത്? അങ്ങനെ പുറത്തു വരുന്ന സ്വർണം, ആ സ്വർണം പുറത്തു കൊണ്ടുവന്ന കാരിയർ അദ്ദേഹം അത് വേറൊരാളെ ഏൽപ്പിക്കുന്നു. അത് ഏറ്റെടുക്കുന്നതും യഥാർത്ഥ ആൾക്കാരല്ല, ഇതിലേൽപ്പിക്കപ്പെട്ട പലതരത്തിലുള്ള ആളുകളുണ്ട്. നമുക്കറിയാം, മാധ്യമങ്ങളിലൂടെ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ആ ആളുകളെ ഏൽപ്പിക്കുമ്പോഴേക്കും പോലീസ് എൻട്രി ചെയ്യുന്നു. അങ്ങനെ പോലീസ് എൻട്രി ചെയ്താലും പോലീസ് ചെയ്യേണ്ടത് ആ സ്വർണം കസ്റ്റംസിന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ പോലീസ് ഒരു തിരക്കഥ ഉണ്ടാക്കുന്നു. ഇങ്ങനെ കൊണ്ടുവന്ന സ്വർണം കാരിയർ മറ്റൊരാൾക്ക് കൈമാറി അതുമായി പോകുമ്പോ ഒരു പുറത്തുള്ള പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ ഏജൻസി, ഒരു ടീം വന്ന് സ്വർണം പൊട്ടിച്ചു കൊണ്ടുപോകുന്നു. സ്വർണം പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിച്ചുകൊണ്ട് വന്നല്ല, കൊണ്ടുവരുന്ന സ്വർണം കാരിയർ അതിന്റെ യഥാർത്ഥ ആളെ ഏൽപ്പിക്കുന്നതിന്റെ ഇടയിൽ എൻട്രി ചെയ്യുന്ന മറ്റൊരു കൊട്ടേഷൻ സംഘം സ്വർണം അടിച്ചുകൊണ്ട് പോകും. അതിനാ സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്നത്. എന്താ ഈ സ്വർണം പൊട്ടിച്ചാലുള്ള പ്രത്യേകത? കേസ് കൊടുക്കാൻ പറ്റൂല. ഇല്ലീഗലായിട്ട് കൊണ്ടുവന്ന സ്വർണം, കണക്കിലില്ലാത്ത കാര്യം, അത് നഷ്ടപ്പെട്ടു എന്ന് കേസ് കൊടുക്കാൻ പറ്റൂല. വലിയ കേസ് കൊടുത്താൽ കൊടുക്കുന്നതും കൊടുക്കും. അപ്പൊ കിട്ടുന്നവന് ഇത് കൊണ്ടുപോകാം. ഈ പണി ആരെടുക്കുന്നു? കേരളത്തിലെ പോലീസ് തന്നെ എടുക്കുന്നു. ഈ പണി മലപ്പുറത്തെ പോലീസ് എടുക്കുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന സ്വർണം ഉദ്യോഗസ്ഥന്മാർ വീതം വെക്കുന്നു. അതുപയോഗിച്ച് കോടീശ്വരന്മാരാകുന്നു. അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന സ്വർണ്ണപ്പണിക്കാരൻ കോടീശ്വരനാകുന്നു. തെളിവുകൾ അടക്കമല്ലേ പുറത്തു വന്നത്? നിങ്ങൾ അതിന് മറുപടി പറയണ്ടേ? ആർക്കു വേണ്ടി കൊണ്ടുവന്ന സ്വർണം? ആരാണ് ഇത് ഏൽപ്പിച്ചത്? ഇത് കണ്ടുപിടിച്ച് അതിന് ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് പകരം ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നവരെ അപമാനിക്കാൻ വേണ്ടി മലപ്പുറം ജില്ല ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് എന്നാണ് പിണറായി വിജയൻ പറയാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് കരിപ്പൂർ എയർപോർട്ട് എന്ന് അദ്ദേഹം പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? കരിപ്പൂർ എയർപോർട്ടിലൂടെ ഇത് നടക്കുന്നു എന്നല്ല പിണറായി പറയുന്നത്, മലപ്പുറം ജില്ല എന്ന. തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് വെച്ച് തിരുവനന്തപുരം ജില്ലയെ പറയുന്നില്ല. നെടുമ്പാശ്ശേരിയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പേരിൽ എറണാകുളം ജില്ല എന്ന് പറയുന്നില്ല. പക്ഷേ പർപ്പസ്ഫുള്ളി മലപ്പുറം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ തിരക്കഥ, ഈ സ്ക്രിപ്റ്റ്, ഈ നരേഷൻ ഇത് RSSന്റേതാണ്. മലപ്പുറം തീവ്രവാദികളുടെ കേന്ദ്രമാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണ് എന്ന നരേഷൻ RSSന്റേതാണ്.
ആ RSSന്റെ നരേശനാണ് പിണറായി വിജയന്റെ നാവിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ നരേശൻ ആരെഴുതി കൊടുത്തതാണ് എന്ന കഥയാണ് ഇപ്പോൾ വരുന്നത്. ഡൽഹിയിൽ പോയി ഹിന്ദു എന്ന് പറയുന്ന പത്രം, ഒരു CPM ഫേവർ ചെയ്യുന്ന ഒരു പത്രമാണത്. CPM-മായി വളരെ അടുപ്പമുള്ള ഒരു പത്രമാണ്. ആ പത്രത്തിൽ പിണറായി വിജയൻ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ AK ശരറിന് ഒരു ഫോൺ കോൾ ചെയ്താൽ മതി. ഹിന്ദുവിന്റെ എഡിറ്ററെ, കേരള CM-ന് ഹിന്ദുവിന് ഒരു ഇന്റർവ്യൂവിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ ഹിന്ദുവിന്റെ ഏറ്റവും വലിയ നേതാവ്, വലിയ എഡിറ്ററായ എൻ റാം അടക്കം വേണമെങ്കിൽ വന്ന് പിണറായി വിജയൻ ഇന്റർവ്യൂ ചെയ്യും. പക്ഷേ ആരാ സമീപിച്ചത്? പിണറായി പറയുന്നു, എന്നെ ഒരു സുബ്രഹ്മണ്യൻ സമീപിച്ചു. ഹരിപ്പാട് മുൻ MLA TK ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യൻ. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം നിങ്ങൾ പരിശോധിക്കണമെന്നില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. സുബ്രഹ്മണ്യൻ വന്നിട്ട് പറഞ്ഞു, CM ഹിന്ദുവിന് ഒരു ഇന്റർവ്യൂ കൊടുത്താലോ? കൊടുത്താലോ? ഇങ്ങനെ ഒരു പിണറായി വിജയൻ ഞങ്ങൾക്ക് പരിചയമുണ്ടോ? മാധ്യമപ്രവർത്തകരെ കാണുമ്പോ കലി വരുന്ന ആളാണ്. ഇത്രയും കാലം പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് കടക്കും പത്തുന്ന, ഇപ്പൊ ചില മാധ്യമപ്രവർത്തകരോട് കടക്കു അകത്ത്. എങ്ങനെ ഈ റിവേഴ്സ് വന്നത്? ഈ റിവേഴ്സ് ആർക്ക് വേണ്ടിയാ? സുബ്രഹ്മണ്യം പറഞ്ഞു, ചില മാധ്യമപ്രവർത്തകർക്ക് അകത്ത് വരാൻ ആഗ്രഹമുണ്ട്, വന്നോട്ടെ. വരുന്നു, ഇന്റർവ്യൂ എടുക്കുന്നു. ഇന്റർവ്യൂ എടുക്കുമ്പോൾ രണ്ടാൾ അപ്പുറം ഇപ്പുറം ഇരിക്കുക. പിണറായി വിജയൻ ചോദിക്കുന്നില്ല ഇത് ആരാണെന്ന്. ഇങ്ങനൊരു പിണറായി എനിക്ക് പരിചയമുണ്ടോ? കേരള മുഖ്യമന്ത്രി ഇന്റർവ്യൂ ചെയ്യാൻ ഒരു മാധ്യമപ്രവർത്തകൻ വരുമ്പോ ഓളുടെ കൂടെ രണ്ടാൾ ഇങ്ങനെ തെക്കുമുടക്ക് കിടക്കുക. ചോദിക്കൂല ഈ ഏതാടാ, അല്ലെ ഇങ്ങനെ ഒരുത്തന് വരാൻ പറ്റുമോ? കേരള CM-ന്റെ സെക്യൂരിറ്റി, ആ സെക്യൂരിറ്റിയെ ഭേദിച്ചുകൊണ്ട് ഏതോ വഴിപോക്കന്മാർക്ക് കയറി ഇരിക്കാൻ പറ്റുമോ? ഇപ്പൊ പിണറായി വിജയനോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഇന്റർവ്യൂ നടത്തുമ്പോ രണ്ടുപേരുണ്ടായിരുന്നു എന്നാണല്ലോ ഹിന്ദു പറഞ്ഞേ. അതെനക്കറിയില്ല, ആ സമയത്തെ കുറിച്ച് എനിക്കൊരു ഓർമ്മയില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ CCTV അടിച്ചുപോയതുപോലെയാണ് ആ സംഭവം. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ മെമ്മറി അടിച്ചുപോയി, ഓർമ്മയില്ല, എനക്കറിയില്ല. ഈ ആളുകൾ വന്നു, അത് വിവാദമായി. നിങ്ങൾ നോക്കണം, ഹിന്ദു വാർത്ത റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂർ ഈ വാർത്ത ഇന്ത്യയിൽ ഓടി. ഓടേണ്ടതെല്ലാം ഓടി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ല. ഒരു ദിനപത്രമാണ്, പിറ്റേന്ന് രാവിലെ പ്രിന്റ് ചെയ്ത് പത്രം ആളുടെ കയ്യിൽ കിട്ടും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രസ് വിഭാഗം, മാധ്യമ വിഭാഗം ആദ്യ ദിവസം രാവിലെ 9 മണിക്ക് മുമ്പ് തന്നെ കേരളത്തിൽ ഇറങ്ങുന്ന മുഴുവൻ പത്രങ്ങളും ബ്രീഫ് ചെയ്യും. എന്നിട്ട് അതിന്റെ കരട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഇടപെട്ട ഒരു കാര്യമാകുമ്പോൾ രാവിലെ തന്നെ കൈമാറും. കിട്ടിയിട്ടെന്താ നിങ്ങൾ ഉണ്ടായിരുന്നത്? ആ ദിവസം ഫുൾ ഓടി. അന്ന് വൈകുന്നേരം മാധ്യമങ്ങളിലെല്ലാം ചർച്ച നടന്നു. ചർച്ചകൾക്ക് CPM ആളേക്കുന്ന രീതി നിങ്ങൾക്കറിയാമോ? ഒരു മാധ്യമ സ്ഥാപനത്തിനും CPM-ന്റെ ഒരു പ്രതിനിധിയെ നേരിട്ട് വിളിച്ച് ഞങ്ങളുടെ ചാനലിൽ ചർച്ചയ്ക്ക് വരാമോ എന്ന് ചോദിക്കാൻ അനുവാദമില്ല. അങ്ങനെ ഒരു പാർട്ടിയല്ല CPM. CPM-ന്റെ ഒരു പ്രതിനിധിയെ ഒരു ചാനലിന്റെ ചർച്ചയ്ക്ക് വേണമെങ്കിൽ AKG സെന്ററിൽ CPM മാധ്യമ വിഭാഗത്തെ വിളിക്കണം. എന്നിട്ട് പറയണം, ഞങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ ഒരു പ്രതിനിധി അയച്ചു തരണം. അവിടെ നിന്ന് പറയും, ചിലപ്പോൾ പറയും ഞങ്ങൾ അയക്കണില്ല, ചിലപ്പോൾ പറയും ഞങ്ങൾ ആളെ അയച്ചു തരും, ചിലപ്പോൾ പറയും ഞങ്ങൾ സഹയാത്രികനെയാണ് അയക്കുന്നത്. ആ സഹയാത്രികൻ പോലും CPM-ന്റെ നിർദ്ദേശപ്രകാരം വരുന്നില്ല. അങ്ങനെ അയക്കപ്പെട്ട സഹയാത്രികന്മാർ ആ ദിവസം രാത്രി നടന്ന ചർച്ചയിൽ എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താ തെറ്റ്? മുഖ്യമന്ത്രി പറഞ്ഞത് അതല്ലേ? മുഖ്യമന്ത്രി പറഞ്ഞത് ഇതല്ലേ? എന്തൊരിടങ്ങേറായിരുന്നു. എടാ, ഈ പാവപ്പെട്ട സഖാക്കളെ ചാനൽ മുറിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് വെളിവുള്ള ഒരാൾ പറഞ്ഞാൽ പോലെ, എടാ ഇത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഈ അവിടെ പോയെന്ന് പറഞ്ഞാൽ പോലെ. എടോ, ഞങ്ങളുടെ മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടില്ല, അത് ഹിന്ദു തിരികെ കയറ്റിയതാ. എത്ര സുഖം! 1 മണിക്കൂറുള്ള ചാനൽ ചർച്ചയിലിരുന്ന് സകല സഖാക്കളും AC മുറിയിലിരുന്നു വിയർത്തു കുളിച്ചു, മറുപടിയില്ലാതെ ചിരിച്ചു, വിളിച്ചു, പലതരം ആംഗ്യങ്ങൾ കാണിച്ചു. ചാനൽ അവതാരകർക്ക് നേരെ ഇരച്ചു കയറി കഷ്ടിച്ച് രക്ഷപ്പെട്ട് വീട്ടിൽ പോയി. പിറ്റേന്ന് രാവിലെ കൊണ്ട് ഇതാ വരുന്നു, ഇത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്ന് മറുകുറിപ്പ്. എന്തിനായിരുന്നു ഈ 36 മണിക്കൂർ നാടകം? അതിന് 2 കഥയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് തിരുത്തി എന്നല്ല, അത് പോകേണ്ട സ്ഥലത്തൊക്കെ പോവുക. അത് RSSന്റെ ആവശ്യമാണ്. ഇങ്ങനെ ഒരു നരേഷൻ ഇന്ത്യ മുഴുവൻ വ്യാപിക്കണം. കേരള CM പറയുന്നു, മലപ്പുറം ജില്ല രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്, കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നു, സ്വർണ്ണക്കടത്ത് നടക്കുന്ന കേന്ദ്രമാണ് എന്ന് കേരള CM പറഞ്ഞിരിക്കുന്നു എന്ന ബ്രേക്കിംഗ് ഇന്ത്യ മുഴുവൻ ഓടി. അതാണ് ഇപ്പോഴും നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി പറഞ്ഞ തിരുത്ത് ആരംഗീകരിച്ചു?
കേരളത്തിലെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് കൊടുത്തു. 2 ദിവസമായി. എന്താ ഗവർണറുടെ കത്ത്? താങ്കൾ ഡൽഹിയിൽ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് നിജസ്ഥിതി ഗവർണറുടെ ഓഫീസിന് കൈമാറണം. ഇതായി നടക്കാൻ പോണത്. RSS മുന്നോട്ട് പോവുകയാണ്. BJP പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു, പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനം അത് കയ്യോടെ പിടികൂടണമെന്ന് പറയുന്ന സമരം രാജ്യവ്യാപകമായി BJP നടത്തുകയാണ്. അത് കൊടുക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. അത് കൊടുത്തു കഴിഞ്ഞത് എത്തേണ്ടിടത്തെത്തി എന്ന് കഴിഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഹിന്ദു കയറ്റിയതാ. അപ്പൊ ഹിന്ദു എന്താ ചെയ്തത്? ഹിന്ദു അംഗീകരിച്ചോ? ഇപ്പൊ ഗോവിന്ദ മാഷ് പറയുന്നു, TP രാമകൃഷ്ണൻ പറയുന്നു, പിണറായി വിജയൻ പറയുന്നു, ഹിന്ദു വളരെ മാന്യമായ നിലപാടാ സ്വീകരിച്ചത്. ഹിന്ദു മാന്യമായ നിലപാടല്ല. ഹിന്ദു ചെയ്തത് മുഖ്യമന്ത്രിയെ ഗുരുതര പ്രതിസന്ധിയിലേക്ക് വിടുകയാ ചെയ്തത്. ഹിന്ദു പറഞ്ഞത് ഞങ്ങൾ ഇത് കുറിച്ചു കൊടുക്കുന്നല്ല. മുഖ്യമന്ത്രിയുടെ PR ഏജൻസി ഞങ്ങളെ ഇങ്ങോട്ട് സമീപിച്ചു ഈ ഇന്റർവ്യൂ നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ PR ഏജൻസിയുടെ 2 പ്രവർത്തകർ ആ അഭിമുഖത്തിൽ കൂടെ ഉണ്ടായിരുന്നു. അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ഇത് പറഞ്ഞിട്ടില്ല. പക്ഷേ അഭിമുഖം കഴിഞ്ഞപ്പോൾ PR ഏജൻസിയുടെ 2 പേർ ഞങ്ങളെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ എഴുതി തരുന്നതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അങ്ങനെ അവർ എഴുതി തന്ന ഭാഗമാണിത്. ഇങ്ങനെ ഒരു ഭാഗം അവരെഴുതി തന്നതാണ്, അതാണ് ഞങ്ങൾ കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഹിന്ദുവിനെതിരെയും PR ഏജൻസിയുടെ പേരിൽ വന്ന ഉദ്യോഗാട് ആളുകൾക്കെതിരെ കേസ് കൊടുക്കണം. ധൈര്യമുണ്ടോ? ഇന്ന് TP രാമകൃഷ്ണനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഹിന്ദുവിനെതിരെ സഖാവെ കേസ് കൊടുക്കോ? അപ്പൊ മുമ്പിൽ ചിരി, മൊത്തം ചിരിയാ. ചിരി കഴിഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാ ഈ വാശി, ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കണമെന്ന്? അല്ല, ഇത് ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കണമെന്ന വാശിയല്ല, മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നു. മുഖ്യമന്ത്രി പറയുന്നത് എനിക്ക് PR ഏജൻസി ഇല്ല, എനിക്ക് PR ഏജൻസി ഒന്നും ഇല്ല. PR ഏജൻസി ഇല്ലെങ്കിൽ ഇല്ലാത്ത PR ഏജൻസിയുടെ പേരിൽ കേരള മുഖ്യമന്ത്രി അപമാനിക്കാൻ കൂട്ടുനിന്ന ഒരു പ്രവർത്തനം നടത്തി എന്നത് ഗുരുതരമല്ലേ? ആ ഗുരുതര പ്രവർത്തനത്തിൽ പങ്കാളിയായ ദിനപത്രത്തിനെതിരെ കേസ് കൊടുക്കണ്ടേ? ചാനലിൽ FB-യിൽ പോസ്റ്റ് ഇട്ടാൽ കേസെടുക്കും. മുഖ്യമന്ത്രിയെ FB പോസ്റ്റിൽ അപമാനിച്ചതിന്റെ പേരിൽ കേരളത്തിൽ എത്ര പേർ അറസ്റ്റിലായിട്ടുണ്ട്? മാധ്യമ പ്രവർത്തകരായ എത്ര പേര് കേസെടുത്തിട്ടുണ്ട്? എത്ര ചാനൽ അവതാരകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്? എന്റെ ഹിന്ദുവിനെതിരെ ഹൃദയ വിശാലത തൊടാൻ പറ്റില്ല. ഹിന്ദുവിനെതിരെ കേസ് കൊടുത്താൽ ഹിന്ദു എവിഡൻസ് അടക്കം കേരളത്തിൽ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വെക്കും. ഈ PR ഏജൻസി ആര് വന്നു, എപ്പോൾ വന്നു, റെക്കോർഡ് അടക്കം പുറത്തുവിടും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പോകാൻ കഴിയാത്തത്. പ്രിയമുള്ളവരെ, പർപ്പസ്ഫുള്ളായ പ്രവർത്തനമാണ് നടക്കുന്നത്. ഈ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തെ സംഘപരിവാറിന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നടക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റുകയാണ് കേരളത്തിലെ CM ചെയ്തത്. അതിനെയാണ് ഇപ്പോൾ ഞാൻ അയാളുടെ പേരൊന്നും പറഞ്ഞു ഈ സ്ഥലത്തെ അന്തരീക്ഷത്തെ മോശമാക്കുന്നില്ല. ഒരു വിദ്വാൻ പറയുന്നു, മതനേതാക്കന്മാർ സ്വർണ്ണക്കടത്തിനെ തള്ളിപ്പറഞ്ഞ് ഫത്വ പുറപ്പെടുവിക്കണം. എന്നാലേ മലപ്പുറത്തുകൂടി കരിപ്പൂരിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് നിൽക്കണമെങ്കിൽ മതനേതാക്കൾ ഫത്വ പുറപ്പെടുവിക്കണം. CP പിണറായി വിജയൻ പറഞ്ഞതിനേക്കാൾ കടുപ്പ എന്ന് പറഞ്ഞാൽ കരിപ്പൂരിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ്. അതൊരു മതപ്രവർത്തനമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മതപ്രവർത്തനമല്ല എന്ന് പറഞ്ഞാൽ, എന്ന് മതപണ്ഡിതന്മാർ ഫത്വ കൊടുത്താൽ കരിപ്പൂരിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് നിർത്തും. ഈ വിദ്വാൻ സ്വർഗത്തിൽ പോകാനിരിക്കുന്ന ആളാണ്. ഈ ജാതി കള്ളത്തരം, വ്യാജ നരേശനുകൾ കേരളത്തെ സംഘപരിവാറിന് ഒറ്റുകൊടുത്ത ഒരു കാട്ടുകള്ളന്റെ വക്കാലത്തേറ്റെടുത്തിട്ട് സ്വർഗസ്ഥനാകാനിരിക്കുന്നവനോട് കാരുണ്യം കാണിക്കണേ ദൈവമേ എന്നേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ഇങ്ങനെയുള്ള തിരശീലകൾ ഉണ്ടാക്കിയ എല്ലാ കാട്ടുകള്ളത്തരവും കാണിച്ചിട്ട് സ്വർഗം കൊണ്ട് മറക്കുക, സത്യസന്ധത കൊണ്ട് മറക്കുക, ധാർമ്മികത കൊണ്ട് മറക്കുക. ഇതാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സംഘപരിവാറിന് വേണ്ടിയുള്ള വിടുപണിയാണ്. ഫാസിസ്റ്റ് വിരുദ്ധരാണെന്ന് വാദിക്കുക, സംഘപരിവാറിന് അനുകൂലമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, എന്നിട്ട് ചൂണ്ടിക്കാണിക്കുമ്പോ ആകെ കയ്യിലുള്ള ഒരു മരുന്ന് ഇതിന്റെ എല്ലാം പിന്നിൽ ഇസ്ലാമിക തീവ്രവാദികളാണ്.
പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് PV അൻവറിനെ അടിച്ചു കൊണ്ടുപോയത് ജമാഅത്തെ ഇസ്ലാമി, ഇസ്ലാമിക തീവ്രവാദികൾ, SDPI, വെൽഫെയർ പാർട്ടി, അവരാ കൊണ്ടുപോയത്. ഒന്ന് ആലോചിച്ച് നോക്കിയ, CPM-ന്റെ തടങ്കൽ പാളയത്തിൽ നിന്ന് PV അൻവറിനെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം കരുത്തുള്ള ഈ ആളുകൾ ചില്ലറക്കാരല്ല കേട്ടോ. അൻവറിനെ തെറ്റിദ്ധരിപ്പിച്ചു. പിണറായി വിജയന്റെ 8 കൊല്ലത്തെ ക്ലാസ് ഒരു അര ക്ലാസ് കൊണ്ട് മാറ്റി. അൻവറിന് ഒരു അര ക്ലാസ് കൊടുത്തപ്പോഴേക്കും ഈ ആളുകളുടെ ക്ലാസ് കേട്ടു. എവിടുന്ന അൻവർ കേട്ടെന്ന് എനിക്കറിയില്ല, ഒന്ന് ചോദിക്കണം അൻവറിനോട്, നിങ്ങൾക്ക് എവിടുന്ന ഈ ക്ലാസ് കിട്ടിയത്? അൻവർ മാറി. ശൈലജ ടീച്ചർ 1 ലക്ഷം വോട്ടിന് ജയിക്കാൻ വേണ്ടിയിട്ടാണ് വടകര വന്ന, 1.5 ലക്ഷം വോട്ടിന് തോറ്റുപോയി. ആരാ തോപ്പിച്ചത്? തീവ്രവാദികൾ, ജമാഅത്തെ ഇസ്ലാമി, SDPI, വെൽഫെയർ പാർട്ടി. വല്ലാത്ത കഥ തന്നെയാണ് സുലൈമാൻ സാഹിബിയുടെ പാർട്ടി കേട്ടോ. ഈ ഇത്രയും അധ്വാനം CPM നടത്തിയിട്ട് ഈ സുലൈമാന്റെ പാർട്ടി വന്നിട്ട് 1.5 ലക്ഷം വോട്ടിന് അങ്ങ് തോപ്പിച്ച് കളയുന്നു. ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റിയ കാര്യം പറയണ്ടേ സഖാക്കളെ? ഇത് പഴയ നരേശനാണ്. നിങ്ങളൊരു കാര്യം ചെയ്യാം, PR കമ്പനിയോട് പറ, ഒരു പുതിയ സാധനം ഉണ്ടാക്കി തരാൻ. ഇത് കുറെ പറഞ്ഞ് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ പോലും ഇത് വിശ്വസിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി, ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുമ്പോ ഗോവിന്ദൻ മാഷ് തന്നെ ചിരിച്ചോണ്ടാ പറയുന്നത്. മൂപ്പില് തന്നെ അതിലൊരു ബലമില്ല, എന്നാലും പറഞ്ഞതങ്ങ് പറയുകയാണ്. അതുകൊണ്ട് മാറ്റിപ്പിടി. ഇല്ലെങ്കിൽ സുലൈമാൻ സാഹിബ് നമുക്ക് 2 നരേഷൻ ഉണ്ടായി കൊടുക്കണം. ഇങ്ങനെ ഒരു പാർട്ടി വളരെ സങ്കടത്തിൽ കിടക്കുന്നത് കാണുമ്പോൾ ഒരു സംഘടനയും എന്തൊരവസ്ഥയിലാണ് കേരളത്തിലെ CPM എത്തിച്ചേർന്നത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ഇടതുപക്ഷ സഖാക്കളെ, CPM പ്രവർത്തകരെ, നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ ഘടകമായി കാണുന്ന ഒരു പ്രസ്ഥാനം, നൂറുകണക്കിന് രക്തസാക്ഷികളുടെ ജീവത്യാഗം കൊണ്ട് കെട്ടിപ്പടുത്തൊരു പ്രസ്ഥാനം, ഒരു പിടി നേതാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ച സംഘപരിവാറിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് കാണുമ്പോ നിങ്ങൾക്ക് രോഷമുണ്ടാകുന്നില്ലേ? ആ രോഷം അത് പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കണം, ഇല്ലെങ്കിൽ ഈ പാർട്ടി ഇല്ലാണ്ടാകും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിയപ്പോ കേരളത്തിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ CPM 3-ാം സ്ഥാനത്താണ്. കേരളത്തിലെ നിരവധി മണ്ഡലങ്ങളിൽ CPM 3-ാം സ്ഥാനത്തേക്ക് എടുത്തെറിയപ്പെട്ടു. എങ്ങനെയാ വോട്ട് പോയത്? ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നയാ. പുന്നപ്ര വയലാറിന്റെ മണ്ണിലാണ് ഞാൻ ജനിച്ചതും ജീവിച്ചതും. അവിടെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാ. ആ പുന്നപ്ര നിൽക്കുന്ന വയലാർ, പുന്നപ്ര വയലാറിലെ പുന്നപ്രയിലെ രക്തസാക്ഷി മണ്ഡപം നിൽക്കുന്ന മേഖലയിൽ CPM-ന്റെ വോട്ട് ചോർന്നുപോയി. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, ആ കാര്യങ്ങളുടെ നേട്ടം സംഘപരിവാറെ കൊണ്ടുപോകും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, മലപ്പുറത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ, സംഘപരിവാറിന് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുത്ത ഉപകാരമാണ് മലപ്പുറത്തെ കുറിച്ച്. ആ മലപ്പുറത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറഞ്ഞിന് പിൻവാങ്ങിയാൽ ഇപ്പോൾ BJP-യുടെ ഇന്നത്തെ ക്യാമ്പയിൻ എന്താണെന്ന് അറിയുമോ? കേരള CM ഉള്ള കാര്യം സത്യസന്ധമായി പറഞ്ഞു, പക്ഷേ ഇസ്ലാമിക തീവ്രവാദികൾ പിണറായി വിജയനെ പേടിപ്പിച്ചു. അങ്ങനെ പിണറായി വിജയൻ പേടിച്ചു. നേട്ടം നിങ്ങൾക്ക് കിട്ടില്ല. മലപ്പുറത്തെയല്ല, കേരളത്തെ എവിടെ നിങ്ങൾ സംഘപരിവാറിന് വേണ്ടി ഒറ്റുകൊടുത്താലും അതിന്റെ നേട്ടം നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സഖാക്കൾ സംഘപരിവാറിന്റെ പാളയത്തിലെ ഒളിച്ചു പോകുമെന്നതും 8 കൊല്ലം മുമ്പ് ഞങ്ങൾ നൽകിയ താക്കീതാണ്. ആ താക്കീതാണ് കേരളത്തിൽ പുലർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടി ഇനിയും കേരളത്തിൽ ബാക്കിയാകണമെങ്കിൽ, ഇത് നിലനിൽക്കണമെങ്കിൽ ഈ ഒറ്റുകാരെ നിങ്ങൾ വലിച്ചെറിയൂ, എങ്കിലേ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അന്തിക്കാട് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ വോട്ടില്ല. സഖാവ് സുനിൽകുമാർ, KP രാജേന്ദ്രൻ, മുകുന്ദൻ MLA, അങ്ങനെ അനവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജീവിക്കുന്ന അന്തിക്കാട്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് BJP കൊണ്ടുപോയിരിക്കുന്നു. പല മണ്ഡലങ്ങളിൽ, ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്, ആയംകുളം പോലെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ CPM 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. കരുനാഗപ്പള്ളിയിൽ 100 വോട്ടിനാണ് CPM 2-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നെ 100 വോട്ടിന്റെ ഭൂരിപക്ഷമേ BJP-യുമായിട്ടുള്ളൂ. അമ്പലപ്പുഴയിൽ 150 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. നിങ്ങളുടെ അടിത്തറ മാന്തുകയാണ്. നിങ്ങൾ ഈ അപകടാവസ്ഥയിൽ നിന്ന് തിരിച്ചു വരാൻ ശരിയായ രാഷ്ട്രീയമല്ല സ്വീകരിക്കുന്നത്. കൂടുതൽ അപകടകരമായ സാധ്യത അതെന്താണ്? മുസ്ലിങ്ങളെ, ന്യൂനപക്ഷ വിഭാഗങ്ങളെ പൂർണ്ണമായി തീവ്രവാദ മുദ്ര ചാർത്തി ഭൂരിപക്ഷ വോട്ട് പിടിക്കാൻ പറ്റുമോ?
ഇതര കമ്മ്യൂണിറ്റികളെ വോട്ട് പിടിക്കാൻ പറ്റുമോ എന്ന അപകടകരമായ രാഷ്ട്രീയം. അങ്ങനെ കൺസോൾട്ടേഷൻ നടത്തിയാൽ UDF-നെ ഒരിക്കൽ കൂടി പരാജയപ്പെടുത്തി കേരളത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന അപകടകരമായ രാഷ്ട്രീയം ഒരുപക്ഷെ അതിന് BJP കൂട്ടുനിന്നേക്കും. ഒരു തവണ കൂടി ഇടതുപക്ഷം വന്നോട്ടെ എന്ന് തീരുമാനിക്കും. കാരണം ഇടതുപക്ഷം ഇനിയും വന്നാൽ അടുത്ത തവണ മുതൽ കേരളത്തിന്റെ സമ്പൂർണ്ണ ഭരണം BJP-യുടെ കയ്യിലെത്തും. എന്തിനാ ഞങ്ങൾ ഈ തെരുവിലിറങ്ങിയത്? ഞങ്ങൾ എന്തിനാ കേരളത്തോട് സംസാരിക്കുന്നത്? ഞങ്ങൾ എന്താ കേരളത്തിന് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിക്കുന്നത്? കേരളത്തിൽ സംഘപരിവാറിന്റെ സമ്പൂർണ്ണ ഭരണം കൊണ്ടുവരാൻ പോകുന്ന ഒരു ആസൂത്രിത പദ്ധതിയെ തിരിച്ചറിഞ്ഞ അവസാന നിമിഷമാണ്. തിരിച്ചറിഞ്ഞു പ്രതിരോധിക്കൂ മലയാളികളെ, പ്രബുദ്ധ കേരളമേ, നിങ്ങളിത് പ്രതിരോധിക്കൂ എന്ന ജാഗ്രതയുടെ സന്ദേശമാണ് ഞങ്ങൾ പറയുന്നത്. ഇതറിഞ്ഞു നിൽക്കണം, ഇതറിഞ്ഞു പ്രവർത്തിക്കണം. ഇതില്ലെങ്കിൽ നമ്മുടെ നാട് ഉത്തർപ്രദേശാകും, നമ്മുടെ നാട് ഗുജറാത്താകും. ഇവിടുത്തെ മതസമൂഹങ്ങളെ തമ്മിലടുപ്പിക്കും, ഇവരെ തമ്മിലിടിപ്പിച്ച് രക്തമൊഴുക്കും. കേരളത്തിന്റെ സമാധാനപൂർണമായ ജീവിതാന്തരീക്ഷം തകർക്കപ്പെടും. അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം, ഭയാനകമായ സാഹചര്യം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ തെരുവിലിറങ്ങൂ, പ്രക്ഷോഭം നടത്തൂ, ഒറ്റുകാരെ തിരിച്ചറിയൂ, വർഗവഞ്ചകരെ ഇരുത്തേണ്ടിടത്തിരുത്തൂ. ആ ചരിത്ര ദൗത്യം നിർവഹിക്കാൻ കേരളമേ, പ്രബുദ്ധ കേരളമേ, മലയാളികളെ, നിങ്ങൾ മുന്നോട്ട് വരണമെന്ന ആഹ്വാനമാണ് വെൽഫെയർ പാർട്ടിക്ക് നൽകാനുള്ളത്. ആ ആഹ്വാനത്തെ വളരെ ഗൗരവത്തോടുകൂടി സമീപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഉജ്ജ്വലമായ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.